मराठी भाषी एक महापुरुष ने 100 वर्ष पहले राष्ट्रीय स्वयंसेवक संघ का बीज बोया था। आज ये एक वटवृक्ष के रूप में अपना शताब्दी वर्ष मना रहा है। രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കാൻ തന്നെ പോലെ നിരവധി പേർക്ക് പ്രേരണ നൽകിയത് RSS എന്ന് പ്രധാനമന്ത്രി. വേദങ്ങൾ മുതൽ വിവേകാനന്ദന് വരെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന യജ്ഞമാണ് RSS. മോദിയുടെ പരാമർശം മറാത്തി സാഹിത്യ പരിപാടിയിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ വെട്ടിലായി കോൺഗ്രസ്. സോണിയയും രാഹുലും മറുപടി പറയണമെന്ന് BJP. ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിടാൻ സാധ്യത. വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ. 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ചൊവ്വാഴ്ച. സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയായി. ജനം ബ്രേക്കിംഗ്. സ്റ്റാർട്ടപ്പുകളെയും അവഗണിച്ച സംസ്ഥാന സർക്കാർ വായ്പ അനുവദിച്ചത് 114 സ്ഥാപനങ്ങൾക്ക് മാത്രം. 8 വർഷമായി KSIDC നൽകിയത് 22.58 കോടി രൂപ. വിവരാവകാശ രേഖയുടെ പകർപ്പ് ജനം TVക്ക്. നിയമ പോരാട്ടം നടത്തി ഭക്തർ സ്വന്തമാക്കിയ ക്ഷേത്രം പിടിച്ചെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ്. മലപ്പുറത്തെ ശ്രീ വാളക്കുളം മഹാശിവക്ഷേത്രം വരുതിയിലാക്കാൻ സർക്കുലർ ഇറക്കി. ബോർഡിന്റെ അതിക്രമത്തിൽ പ്രതിഷേധവുമായി ഭക്തർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ആശങ്ക. അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന മെഡിക്കൽ സംഘം. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും ഡോക്ടർമാർ. ഹമാസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച യുവതി ഷിരി ബിബാസിന്റെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറി. മൃതദേഹം സ്വീകരിക്കാൻ ഇസ്രായേൽ. ഗാസയിൽ 7ാം ഘട്ട ബന്ദി കൈമാറ്റം ഇന്ന്. 6 ഇസ്രായേലി ബന്ദികളെ ഹമാസ് കൈമാറും. പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഊർജം നൽകുന്ന വാക്കുകളിലേക്ക് അല്ലേ? രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കാൻ തനിക്ക് പ്രേരണ നൽകിയത് RSS ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേദങ്ങൾ മുതൽ വിവേകാനന്ദന് വരെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന യജ്ഞമാണ് RSSന്റെ പ്രവർത്തനം. കഴിഞ്ഞ 100 വർഷമായി ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവും പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനായി രാഷ്ട്രീയ സ്വയം സേവക സംഘം ശ്രമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, आज हम इस बात पर भी गर्व करेंगे कि महाराष्ट्र की धरती पर मराठी भाषी एक महापुरुष ने 100 वर्ष पहले राष्ट्रीय स्वयंसेवक संघ का बीज बोया था। आज ये एक वटवृक्ष के रूप में अपना शताब्दी वर्ष मना रहा है। वेद से विवेकानंद तक भारत की महान परंपरा और संस्कृति को नई पीढ़ी तक पहुंचाने का एक संस्कार यज्ञ राष्ट्रीय स्वयंसेवक संघ पिछले 100 वर्ष से चला रहा है। मेरा सौभाग्य है कि मेरे जैसे लाखों लोगों को RSS ने देश के लिए जीने की प्रेरणा दी है
और संघ के ही कारण मुझे मराठी भाषा और मराठी परंपरा से जुड़ने का भी सौभाग्य प्राप्त हुआ। इसी कालखंड में कुछ महीने पहले मराठी भाषा को अभिजात भाषा का दर्जा दिया गया है। യെസ്, അതിനുശേഷം ഇനി നമ്മൾ മറ്റൊരു ഊർജ്ജം നൽകുന്ന വളരെ പോസിറ്റീവായ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഗഗൻയാൻ ദൗത്യത്തിലെ ആളില്ല പരീക്ഷണ പറക്കൽ ഈ വർഷം നടക്കുമെന്ന് ISRO ചെയർമാൻ ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിലെ ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് നിർമ്മിച്ച റോബോട്ടിക് കൈകൾ ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ സുപ്രധാന ഘടകമാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ വ്യക്തമാക്കി. ജനുവരി 16 നടന്ന ഡോക്കിംഗ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ തന്ത്രപ്രധാനമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. മൊത്തം 3 അൺക്രൂഡ് മിഷൻ അക്കംപ്ലിഷ് ചെയ്തിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആദ്യത്തെ അൺക്രൂഡ് മിഷൻ ഇപ്പം ചെയ്യാനുള്ള എല്ലാം അതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നതുകൊണ്ട് ഈ കൊല്ലത്തിൽ തന്നെ അത് നടക്കും. 16-ാം തീയതി ഒരു നമ്മളുടെ ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സക്സസ് ചെയ്ത് ഇന്ന് നിറയെ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. പിന്നെ റൊബാറ്റിക് ആം വേണം അതിനെ സാമ്പിൾ എടുക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നോളജിയും നമ്മളിപ്പം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തല്ലോ. അത് നമ്മൾ കുറച്ച് എല്ലാം സ്പേസ് റൊബാറ്റിക് ആം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിറയെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് ചന്ദ്രയാൻ 4 ചെയ്യാൻ പോകുന്നത്. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, വളരെ പോസിറ്റീവായി ഇനി മുന്നോട്ട് എന്ത് എന്ന് നമ്മൾ കാത്തിരിക്കുന്നതിൽ നമ്മൾ ISROയുടെ അടക്കം നിർണായകമായിട്ടുള്ള ചുവടുവയ്പ്പുകളെ കുറിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തൊക്കെയാണതെല്ലാം? വളരെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പുകളെ കുറിച്ചാണ് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ വ്യക്തമാക്കിയത്. അദ്ദേഹം ജനുവരി 13-ാം തീയതിയാണ് ഔദ്യോഗികമായി സ്ഥാനം ഏറ്റെടുത്തത്. ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു, ബാംഗ്ലൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തിയത്. കേരളത്തിലെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം എത്തിയത്. രാത്രി ഏറെ വൈകിയാണ് എത്തിയത്. 3 ദിവസത്തെ സന്ദർശനം മാത്രമാണ് ഉള്ളത്. നാളെ അദ്ദേഹം 23-ാം തീയതി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ, അത് IISU, VSSC, വലിയമല, ഇവിടെ ഒക്കെ തന്നെ ഈ യൂണിറ്റുകളൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിനിടയിലാണ് ജനം ടിവിയോട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിക്കുന്ന വിവിധ യൂണിറ്റുകൾ, ഇനി വരുന്ന പ്രോജക്റ്റുകൾ, അതിൻ്റെയൊക്കെ സ്ഥിതി അദ്ദേഹം വിവരിച്ചത്. ഇനി IISUവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ISROയിൽ അദ്ദേഹം ജോലി ലഭിച്ചതിന് ശേഷം ആദ്യമായി ജോലി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. അത് 1984 ഫെബ്രുവരി 1-ാം തീയതിയാണ് അദ്ദേഹം IISUവിലേക്ക് ആദ്യം ജോലി ലഭിച്ച് എത്തുന്നത്. അവിടെ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആദ്യമായി ISROയിൽ ജോലി ലഭിച്ച് IISUവിലേക്ക് എത്തുന്നു. അവിടേക്ക് തന്നെ തിരിച്ച് ചെയർമാനായി വർഷങ്ങൾക്കിപ്പുറം തിരിച്ചെത്തുന്നതിൻ്റെ വലിയ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ചാണ്. ആളില്ല പരീക്ഷണ പറക്കൽ ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് നിർമ്മിച്ച റോബോട്ടിക് കൈകൾ, നമുക്കറിയാം ഇത് ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ സുപ്രധാന ഘടകമാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ജനുവരി 16-ാം തീയതി നടന്ന ഡോക്കിംഗ് ചന്ദ്രയാൻ 4 അത് ദൗത്യത്തിൽ തന്ത്രപ്രധാനമാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം അതുപോലെ ഗഗൻയാൻ, ചന്ദ്രയാൻ 4 തുടങ്ങിയ ദൗത്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിന്റെ നിലവിലെ സാഹചര്യം, അതിന്റെ പരീക്ഷണങ്ങൾ എവിടെ വരെ എത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും 3 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ്, ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇന്നും പല സ്ഥലങ്ങളിൽ ഈ യൂണിറ്റുകൾ, അതായത് IISU ഉണ്ട്, VSSC ഉണ്ട്, ഇവിടെ യൂണിറ്റുകളൊക്കെ തന്നെ സന്ദർശിക്കുകയും പല റിവ്യൂ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ആ ഒരു തിരക്കിട്ട ഷെഡ്യൂളിനിടയിലുമാണ് അദ്ദേഹം ഈ ഗഗൻയാനെക്കുറിച്ചും ഒപ്പം തന്നെ ചന്ദ്രയാൻ 4-നെ കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമാക്കിയത്. IISUവിലടക്കം സന്ദർശിച്ച് ഓരോ കാര്യങ്ങളും അദ്ദേഹം നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ 23-ാം തീയതി അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിന് ശേഷം തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങും. വീണ. ഓക്കെ, ശരി രശ്മി. ശരി, ഇനിയൊരു വളരെ ദുഃഖ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇടുക്കി വാഹനാപകടത്തിൽ 4 മരണം. പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിയാർകുട്ടി ഇടയോടിയിൽ സ്വദേശി ബോസ്, ഭാര്യ റീന, ഡ്രൈവർ എബ്രഹാം എന്നിവരാണ് മരിച്ചത്. അതേസമയം കട്ടപ്പനയ്ക്ക് സമീപം കരിമ്പാനിപ്പടിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. വള്ളക്കടവ്
തണ്ണിപ്പാറ റോബിൻ ജോസഫാണ് മരിച്ചത്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, രാവിലെ തന്നെ ഒരു ദുഃഖവാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഈ വണ്ടി കൊക്കയിലേക്ക് മറിയുകയുണ്ടായിരുന്നു. ആദ്യം ഡ്രൈവറെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റീനയും ബോസും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രൈവർ കൂടി മരിച്ചു എന്നൊരു ദുഃഖവാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്, അല്ലേ? പത്രത്തിലാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ പുലർച്ചെ തന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. രാജാക്കാടാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുള്ളത്. രാജാക്കാട് പന്നിയാർകുട്ടിക്ക് സമീപമാണ് ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചത്. പന്നിയാർകുട്ടി ഇടയോടിയിൽ ബോസ്, ഭാര്യ റീന ഇവരോടൊപ്പം ജീപ്പിലുണ്ടായിരുന്ന പന്നിയാർകുട്ടി സ്വദേശിയായിട്ടുള്ള അബ്രഹാം എന്നിവരാണ് മരിച്ചത്. അബ്രഹാമാണ് ജീപ്പ് ഓടിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാത്രി 10:30യോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പന്നിയാർകുട്ടി പുതിയ പാലത്തിന് സമീപമാണ് ബോസും ഭാര്യയും താമസിക്കുന്നത്. ഈ മുല്ലക്കാലത്തുള്ള ഇവരുടെ ബന്ധുവീട്ടിൽ പോയി തിരികെ വരും വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പന്നിയാർകുട്ടി പള്ളിക്ക് സമീപത്ത് വെച്ച് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും 100 അടി താഴ്ചയിലേക്ക് വാഹനം മറിയുകയുമായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് കുത്തനെയുള്ള ഇറക്കമാണ്, റോഡിന് വീതി കുറവുമാണ്. ഇവിടെ നിയന്ത്രണം വിട്ടതോടെ മറ്റൊരിടത്തും ഇടിപ്പിച്ചു നിർത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ കുഴിയിലേക്ക് ഈ വാഹനം പതിക്കുന്നത്. ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഈ വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബോസും ഭാര്യ റീനയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അബ്രഹാത്തിനെ അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അബ്രഹാം അവിടെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് അബ്രഹാം മരിച്ചത്. നിലവിൽ ഇപ്പോൾ ഇരുവരുടെയും 3 പേരുടെയും മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇടുക്കി കട്ടപ്പനയിലാണ്. ഇടുക്കി കട്ടപ്പനയിൽ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒരു സ്വിഫ്റ്റ് കാറ് ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറി കട്ടപ്പന സ്വദേശിയായിട്ടുള്ള റോബിൻ ജോസഫ് എന്നയാളാണ് മരിച്ചത്. വള്ളക്കടവ് സ്വദേശിയാണ്. അമിത വേഗത്തിലെത്തിയ വാഹനം ഈ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഈ സമയത്ത് ക്രാഷ് ബാരിയർ വളഞ്ഞ് വാഹനത്തിനുള്ളിലേക്ക് മുൻവശത്തോടെ കയറി പിൻവശത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അത്രത്തോളം വേഗതയിലാണ് ആ വാഹനം വന്നിരുന്നത്. ഇത്തരത്തിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പുലർച്ചെ തന്നെ ഇത്തരത്തിൽ വേദന ഉണ്ടാക്കുന്ന മരണങ്ങളുടെ ഒരു വാർത്തയുമായാണ് ഇന്ന് നേരം പുലർന്നത്. ശരി, എന്തായാലും ദുഃഖവാർത്ത തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. 3 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. വളരെ വേഗം തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. വർഷങ്ങളോളം കേസ് നടത്തി ഭക്തർ സ്വന്തമാക്കിയ ക്ഷേത്രം പിടിച്ചെടുക്കാനൊരുങ്ങി മലബാർ ദേവസ്വം ബോർഡ്. മലപ്പുറം ജില്ലയിലെ ശ്രീ വാളക്കുളം മഹാശിവക്ഷേത്രമാണ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. നിത്യവൃത്തിക്ക് വകയില്ലാത്ത സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ക്ഷേത്രം സ്വന്തം അധീനതയിലാക്കാൻ ശ്രമിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് വാളക്കുളം മഹാശിവക്ഷേത്രം. വിശ്വാസികളുടെ വർഷങ്ങളായുള്ള സമര നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഊരാളന്മാരിൽ നിന്ന് ക്ഷേത്രം വിശ്വാസികൾക്ക് വിട്ടുകിട്ടിയത്. ശിവദാസ് കന്മന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാളക്കുളം മഹാശിവക്ഷേത്രത്തിന് മുൻപിലാണ്. വർഷങ്ങളായി ഈ ക്ഷേത്രം തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. പിന്നീട് അതിനുശേഷം ഈ നാട്ടിലുള്ള ആളുകളും ഭക്തജനങ്ങളും എല്ലാം കൂടിച്ചേർന്നാണ് ഈ ക്ഷേത്രം ഇപ്പോഴുള്ള ഈ നിലയിലേക്ക് എത്തിച്ചത്. അതായത് നിരവധി പേരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഈ ക്ഷേത്രം എത്തിയത്. വേട്ടയ്ക്കൊരു മകനും അതോടൊപ്പം തന്നെ ഗണപതി അടക്കമുള്ള വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. മഹാശിവനാണ് പ്രധാന പ്രതിഷ്ഠ. അതോടൊപ്പം തന്നെ മറ്റു പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഈ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടക്കുന്നുണ്ട്, അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്? അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് നമുക്ക് നേരിട്ട് കമ്മിറ്റിക്ക് നോട്ടീസോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്ന സമയത്ത് അവരാണ് നമുക്ക് നോട്ടീസ് നൽകുന്നത്.
അതിന് മുമ്പ് നമുക്ക് നോട്ടീസ് നൽകിയില്ല. അവർ പറഞ്ഞു ഞങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ കമ്മിറ്റീൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആർക്കും നോട്ടീസ് കിട്ടിയിട്ടില്ല. അവർ വന്നിട്ടുണ്ട്. പക്ഷേ അവർ വന്നിട്ട് അവരിഞ്ഞ് ക്ഷേത്രത്തിലെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കും, അതുപോലെ തന്നെ സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിപ്പോർട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഈ വൈരങ്കോട് ഉത്സവം കഴിഞ്ഞതിന് ശേഷം വരാമെന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ലെറ്ററോ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, അയച്ചിട്ടുണ്ടോ, സർക്കുലറോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞങ്ങൾക്ക് നേരിട്ട് സർക്കുലർ ഒന്നും അയച്ചിട്ടില്ല. പക്ഷേ എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സർക്കുലർ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുത്തുകൊണ്ടായിട്ടുള്ള ആ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ സർക്കുലർ, ആ സർക്കുലർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ജീർണാവസ്ഥയിലായിരുന്നല്ലോ ഈ ക്ഷേത്രം. പിന്നീട് ഇതെങ്ങനെ ഈ രീതിയിൽ നാട്ടുകാരുടെ കൂടി ഒരു വലിയൊരു പ്രയത്നം കൊണ്ടല്ലേ ഇങ്ങനെ ഈ ക്ഷേത്രം നല്ല രീതിയിലേക്ക് എത്തിയത്? എങ്ങനെ അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് 79 ക്ഷേത്രം വിട്ടുതരുന്ന സമയത്തൊന്നും ഈ ക്ഷേത്രം ഒരു നല്ല ക്ഷേത്രം എന്ന് പറയാൻ കഴിയില്ലായിരുന്നു. അത്രത്തോളം പല ഭാഗങ്ങളും തകർന്ന ഒരു മട്ടിലായിരുന്നു. അത് ജനങ്ങളെ അടുത്ത് ഈ നാട്ടിലെ കുറച്ച് ആളുകൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയാണ് ജനങ്ങളെ അടുത്ത് പോയി പണം പിരിച്ചെടുത്ത് അതിനുശേഷമാണ് ഈ ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൻ്റെ രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിന് നമസ്കാര മണ്ഡപം ഉണ്ടായിരുന്നു, അതൊക്കെ മരത്തിൻ്റെ ആയിരുന്നു, അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ചുറ്റമ്പലം പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രീകോവിലിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ രണ്ടാമത് ഈ കമ്മിറ്റിയാണ്, നാട്ടു കമ്മിറ്റിയാണ് ഇതൊക്കെ വീണ്ടും പുനരുദ്ധാരണം നടത്തി ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. ഇങ്ങനെ നാട്ടു കമ്മിറ്റി ചേർന്ന് ഇങ്ങനെ ഈ ക്ഷേത്രത്തെ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഈ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് മലബാർ ദേവസ്വം ബോർഡ് നടത്തുന്നത്. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. ഇനി ബ്രൂവറി വിഷയം. അതെ, ബ്രൂവറിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പാലക്കാട് രൂപത സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റെന്ന് പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. എത്ര നയപരമായ തീരുമാനമാണെങ്കിലും ബ്രൂവറി സാമൂഹ്യ വിപത്തെന്നും രൂപത ബിഷപ്പ് പറഞ്ഞു. നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അത് എത്ര ഒരു പറ്റിയ മാർഗമാണെന്ന് കരുതുന്നില്ല. അപ്പോൾ ഈ ഒരു മദ്യനിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല, ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണ്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഒടുവിൽ പാലക്കാട് രൂപത കൂടി രംഗത്തേക്ക് വരികയാണ് സർക്കാരിനെതിരെ. കാരണം എന്തുണ്ടായാലും ബ്രൂവറി അല്ലെങ്കിൽ മദ്യ പ്ലാന്റുമായി മുന്നോട്ട് പോകുമെന്ന സർക്കാർ നിലപാട് മുഖ്യ സഖ്യ കക്ഷികളെ പോലും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നിലപാടിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പാലക്കാട് രൂപത പറയുന്നത് സാമ്പത്തിക ഉറവിടം എത്രത്തോളം വറ്റി വരണ്ടു പോയാലും ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരരുത്, സാമൂഹ്യ വിപത്തുകളായിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് വന്ന് സർക്കാർ പണം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് പാലക്കാട് രൂപത പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഈ ഇടതുമുന്നണി യോഗത്തിൽ ഉൾപ്പെടെ ഈ ബ്രൂവറിയുമായിട്ട് മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം സർക്കാർ ഒരിടത്ത് കൈക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് ഈ പഞ്ചായത്തി രാജ് ചട്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പഞ്ചായത്തുകളുടെ അധികാരങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ മദ്യനിർമ്മാണശാല മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഒരിടത്ത് നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് രൂപത അധ്യക്ഷനായ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എത്ര നയപരമായ തീരുമാനമാണെങ്കിലും ഈ മദ്യനിർമ്മാണശാല അല്ലെങ്കിൽ ബ്രൂവറി എന്നുള്ളത് സാമൂഹിക വിപത്ത് തന്നെയാണ്. പാലക്കാടാണെങ്കിൽ മഴ ദൗർബല്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തരം ഒരു മദ്യനിർമ്മാണശാല അനുയോജ്യമല്ല. അതുകൊണ്ട് അതിൽ നിന്നും സർക്കാർ പിന്മാറണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ കേരളത്തെ ഒരു മദ്യ സംസ്ഥാനമായി മാറ്റുന്ന രീതിയാണിത്. ഒരു തലമുറയെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടും സർക്കാരിന്റെ ഈ തീരുമാനം എന്നുള്ളതാണ്. ഈ മനുഷ്യരോടുള്ള പ്രതിബദ്ധി കാണിച്ചുകൊണ്ട് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല നല്ലൊരു ശതമാനം ജനങ്ങളും വിപത്ത് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രം ഇതുകൂടാതെ ഈ സർക്കാർ അല്ലെങ്കിൽ CPM നിരന്തരം പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ മദ്യനിർമ്മാണ കമ്പനിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ രൂപത അധ്യക്ഷനായ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറയുന്നത് ജോലി നൽകാനാണെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, അത്തരം മാർഗങ്ങൾ വല്ലതും സ്വീകരിച്ചുകൂടെ? ഇത്തരത്തിൽ സാമൂഹിക വിപത്തായ അല്ലെങ്കിൽ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഈ തൊഴിൽ നൽകാൻ എന്ന പേരിൽ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരം ഭവിഷ്യത്തുകൾ മുന്നിലുള്ളപ്പോൾ അതില്ലാത്ത മാർഗങ്ങളിലൂടെ ജോലി നൽകാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്നും അദ്ദേഹം വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ
മദ്യനിർമ്മാണശാലയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടി അത് ഒരു സമരയാത്രയായിട്ട് തന്നെ ഇന്നിപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ഇന്നലെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C. കൃഷ്ണകുമാർ ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് പാലക്കാട് രൂപത അധ്യക്ഷൻ തന്നെ ഈ സർക്കാരിന്റെ നീക്കത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഇടതുമുന്നണി ഉൾപ്പെടെ തീരുമാനമെടുത്തുകൊണ്ട് ഈ മദ്യനിർമ്മാണശാലയുമായിട്ട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ അതിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അരുൺ, ഈ രൂക്ഷ വിമർശനം ഉയർത്തുമ്പോൾ തന്നെ ഈ അവിടെ പാലക്കാട് നടക്കുന്ന BJP ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്കൊപ്പം ചേരാനോ സർക്കാരിനെ ഈ വികാരം അറിയിക്കാനോ രൂപത ശ്രമിക്കുമോ? സർക്കാർ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ എന്ന് അറിയില്ല. പലപ്പോഴും ഇടതുമുന്നണിയുടെ തീരുമാനമായി പുറത്തു വരുന്നത് CPM-ന്റെ തീരുമാനമാണ്. അത് അവിടെ നടക്കുന്ന മറ്റു പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് പുറത്ത് എല്ലാ മേഖലകളിൽ നിന്നും ഈ ഒരു മദ്യനിർമ്മാണശാലയ്ക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളുള്ളത്. ഇതെല്ലാം ഏകോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഈ രൂപതയുടെ ഭാഗത്തു നിന്ന് ഇതിൽ ഇനി എന്ത് നടപടികൾ വേണം, അല്ലെങ്കിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും മറ്റുമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഉൾപ്പെടെ ഇത്തരം ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകരുത്, അതിലെ പ്രതിഷേധം അറിയിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് രൂപത അധ്യക്ഷനായ മാർ പീറ്റർ കൊച്ചുപുരക്കൽ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഈ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിൽ ഇന്നലെ BJP തന്നെ ഈ CPI-നെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം CPI-യുടെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവില് മിനിഞ്ഞാന്നായിരുന്നു നടന്നത്. ആ ജില്ലാ എക്സിക്യൂട്ടീവില് അവരുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇടതുമുന്നണി യോഗത്തിൽ ഇതിനെതിരെ ഒരു ശബ്ദം ഉയർത്താതെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഉൾപ്പെടെ മൗനം ഭജിച്ചുവെങ്കിലും ഈ ജില്ലാ എക്സിക്യൂട്ടീവില് ഈ മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് പോകരുത് സർക്കാർ എന്നുള്ള ഒരു നിലപാട് അവർ വീണ്ടും ആവർത്തിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഈ CPI ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള സർക്കാരിന്റെ നീക്കത്തെയും വിമർശിക്കുന്ന ഒരു സാഹചര്യം ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നു. പക്ഷേ BJP വെല്ലുവിളിച്ചത് CPI-യുടെ ഈ നിലപാടിലൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു യോജിച്ചുള്ള സമരത്തിന് CPI തയ്യാറാവണോ എന്നുള്ളതായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഇന്നലെ ചോദിച്ചത്. തങ്ങൾ ഏതായാലും ഈ CPI-യുടെ നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഒരു യോജിച്ചുള്ള സമരം തന്നെ ഇതിനുവേണ്ടി തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് BJP വ്യക്തമാക്കിയത്. നിലവിലേതായാലും ഈ BJP മാത്രമാണ് പ്രത്യക്ഷ സമരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തുള്ളത്. കോൺഗ്രസിന്റെയും മറ്റുമൊക്കെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷ സമരങ്ങൾ ഇതിനോടകം നടക്കുന്നില്ല. അവർ പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകുന്നു എന്നതിലുപരി മറ്റ് വലിയ പ്രതിഷേധങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ BJP-യുടെ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷന്റെ ഈ സമരയാത്ര അത് 3-ാം ദിവസമാണ്. അതുകൂടാതെ ഒരു ഹൈക്കോടതിയെ സമീപിച്ച് നിയമപരമായിട്ട്, അതായത് ഒരു ഭാഗത്ത് ജനകീയ സമരങ്ങളും മറ്റൊരു ഭാഗത്ത് നിയമപരമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ രൂപത കൂടി ഇതിനോടകം ഇതിനെതിരെ രംഗത്ത് വരുന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഇനിയിപ്പോൾ ഈ ജില്ലയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ രൂപത ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ അത്തരം പാർട്ടിയുടെ നേതൃത്വത്തിനൊക്കെ ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം അത്രയേറെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും അതിനൊന്നും വകവെക്കാതെയാണ് സർക്കാർ ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട് രൂപത അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് സർക്കാർ ഈ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വരുമാനം ഉണ്ടാക്കാൻ എന്തും ചെയ്യുന്ന ഈ തരം കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ശരി അരുൺ, ഏതായാലും ഈ കേഡർ പാർട്ടി എന്നോ അല്ലെങ്കിൽ വലിയ ജനാധിപത്യ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു പറയുമ്പോൾ പോലും ഈ ഇവരുടെ തീരുമാനങ്ങളെല്ലാം ഒറ്റൊരാളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ CPM-നുള്ളിൽ നിന്ന് തന്നെ മുഖ്യ സഖ്യകക്ഷികളായ RJD ആകട്ടെ CPI ആകട്ടെ ഇവരുടെ ഭാഗത്ത് നിന്നും പറഞ്ഞിരുന്നു ഏകപക്ഷീയമായാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുമ്പോൾ കവാത്ത് മറന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. സർക്കാർ തന്നെ ആവട്ടെ വിചിത്രമായ തീരുമാനമാണ്. കാരണം ഈ മദ്യ ബ്രൂവറി പ്ലാന്റിന് അനുമതി കൊടുത്ത അതേ മന്ത്രിസഭയിൽ യോഗത്തിൽ തന്നെ ഉണ്ടായ തീരുമാനം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതാണ്, ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ്. ഈ മദ്യ ഉപഭോഗം കുറയ്ക്കുക, അതിനുവേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ഇത്തരം വ്യവസായങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി രണ്ട് തരത്തിൽ പോകുന്നതാണ് കുറച്ചുകൂടി CPM പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു ആശങ്കയുണ്ടാകുന്നതിന് കാരണം. ഇതിനൊപ്പം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ഏതായാലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നം വല്ലാതെ ഉണ്ട് നമുക്ക്. അതെ, അപ്പോൾ എവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എവിടെയൊക്കെ വേണ്ട എന്ന കാര്യത്തിൽ സർക്കാരിനൊരു വ്യക്തതയില്ലേ എന്നുള്ള പ്രശ്നങ്ങൾ, അത്തരം ഒരു വാർത്തയിലേക്കാണ് ഇനിയും പോകുന്നത്. അതായത് സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായം
കശുവണ്ടി വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുകയാണ് കേന്ദ്ര സർക്കാർ. കാരണം ഇവിടെ അത് എത്രത്തോളം അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിലെ വാണിജ്യ ഭവനിൽ ഉന്നതതല യോഗം വിളിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന് ലഘു ഉദ്യോഗ് ഭാരതി നൽകിയ നിവേദനത്തിന് പിന്നാലെയാണ് ഇടപെടലുണ്ടായത്. കശുവണ്ടി വ്യവസായ മേഖലയിൽ കാലങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ചെറുകിട വ്യവസായ മേഖലയിലെ ദേശീയ സംഘടനയായ ലഘു ഉദ്യോഗ് ഭാരതി കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിനെ നേരിട്ട് കണ്ടത്. കശുവണ്ടി മേഖലയിലെയും അനുബന്ധ വ്യവസായങ്ങളുടെയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയും ചെയ്തു. പിന്നാലെയാണ് ഉന്നതതല യോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനമാകുന്നത്. പ്രതിസന്ധി കാരണം ഇന്ന് കൊല്ലം ജില്ലയിലെ അടക്കം വ്യവസായികൾക്ക് കിടപ്പാടം പോലും നഷ്ടമാകുന്ന അവസ്ഥയാണുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ലഘു ഉദ്യോഗ് ഭാരതി കേന്ദ്രമന്ത്രിയെ സമീപിച്ചത്. ദീർഘനാളായി കശുവണ്ടി വ്യവസായം വളരെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. അത് കൊല്ലം ജില്ലയുടെ ഏറ്റവും വലിയ ധനാഗമന മാർഗമായിരുന്ന കശുവണ്ടി വ്യവസായം 3 ലക്ഷം തൊഴിലാളികളും 285 വ്യവസായികളും 700ഓളം വ്യവസായശാലകളും അടങ്ങുന്നതാണ്. പ്രസ്തുത വ്യവസായി ഇന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി ഈ വ്യവസായികൾ അധികവും നിരത്തിലായിരിക്കുകയാണ്. അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് നിരത്തിലായിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനോ താൽക്കാലികമായ പരിഹാരം കണ്ടെത്തുന്നതിനോ സംസ്ഥാന ഗവൺമെൻറ്റുകൾ പരമാവധി ശ്രമിച്ചിട്ട് അതിന് സാധ്യമല്ലാത്ത വിധം നിർനിമേഷമായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നടന്നിരിക്കുന്നത്. മാർച്ച് 5-ാം തീയതി ഡൽഹിയിലെ വാണിജ്യ ഭവനിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും. ചർച്ചയിൽ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സമുദ്രോൽപ്പന്ന കയറ്റുമതി, ഗിഫ്റ്റ് സിറ്റി എന്നീ മേഖലകളിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്ന ആവശ്യം ലഘു ഉദ്യോഗ് ഭാരതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ജനം, കൊല്ലം. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ചോദ്യം ചെയ്യലിന് ശേഷം ക്രൈംബ്രാഞ്ച് ഈ മാസം 25-ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, എപ്പോഴാണ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കാം ഒരു പക്ഷേ ഈ ഷുഹൈബ് എത്തുക എന്നൊരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പ്രധാനമായും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഷുഹൈബ് ബന്ധപ്പെട്ടപ്പോൾ പ്രധാനമായും അറിയിച്ചത് ഈ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും വേണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുന്നത്. കൂടാതെ തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ റിമാൻഡിലാണ്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും അറിയാൻ സാധിച്ചത് ഷുഹൈബ് നൽകിയ ചോദ്യപേപ്പർ തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഈ 2 അധ്യാപകർ വ്യക്തമാക്കിയത്. മറ്റൊന്നും തങ്ങൾക്കറിയില്ല. ഷുഹൈബ് തയ്യാറാക്കി തന്ന കാര്യങ്ങൾ തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഷുഹൈബിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ട ആവശ്യം അന്വേഷണ സംഘത്തിനുണ്ട്. എന്നാൽ മാത്രമേ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയുള്ളൂ. ഈ മാസം 25-നകം കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കേസിന്റെ വഴികളൊക്കെ തന്നെ നോക്കുമ്പോൾ 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്നു, അവർ റിമാൻഡിലാവുന്നു. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഷുഹൈബാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഈ അധ്യാപകർ മൊഴി നൽകിയിരിക്കുന്നത്. ഷുഹൈബ് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് തന്നെയാണ് ഈ റിമാൻഡിലുള്ള അധ്യാപകരും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ, അതായത് ഷുഹൈബിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യവും ഹൈക്കോടതിയിൽ വെക്കുമെന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവിക, കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണമെന്ന നിലപാട് ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുമ്പോൾ ദിസ്ന എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി ഇനി പോകാനുണ്ട് എന്നുള്ളതാണ്. ബാക്കി ഇനി എന്തൊക്കെയാണ് ഉള്ളത്?
തീർച്ചയായും വളരെ കൃത്യമായി ഈ 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ നൽകിയ മൊഴി പ്രകാരം അറിയാൻ സാധിച്ചിട്ടുള്ളത് ഷുഹൈബ് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഷുഹൈബ് മറ്റൊരു ചോദ്യപേപ്പർ, അതായത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യാവലിയായിരുന്നു തയ്യാറാക്കി നൽകിയത്. പിന്നീടാണ് അത് മാറ്റി അതായത് വേറൊരു ചോദ്യം, അതായത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് വിളിച്ചു പറയുകയും അത് പ്രകാരം തങ്ങൾ പ്രസന്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ 2 അധ്യാപകർ നൽകിയ മൊഴിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷുഹൈബാണ് ഇവിടെ, അതായത് ഷുഹൈബിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശമുണ്ട് ഈ ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി 25-ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തരത്തിലായിരിക്കും സഹകരിക്കുക എന്നതും സംശയമുണ്ട്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഷുഹൈബ് പറയുന്ന വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയായിരിക്കും എന്നതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ നടപടിയാവുക എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. കസ്റ്റഡിയിൽ എടുത്തോ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയാൽ മാത്രമേ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഷുഹൈബിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരുടെ കരങ്ങൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വിശദമായി ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷുഹൈബ് എത്തുമെന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരി, ഓക്കെ, ശരി ദിസ്ന. അതേസമയം ഇനി പാതിവില തട്ടിപ്പ് കേസ്, അതിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക ഇഡി തയ്യാറാക്കിയിട്ടുണ്ട്. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം സമൻസ് നൽകി തുടങ്ങും. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാവുകയുമാണ്. അഖിൽ പാലോട്ടുപുറം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഈ പരാതി നൽകിയവരുടെ ലിസ്റ്റ്, അത് ഓരോ സ്ഥലത്തും ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പിൽ ഏതൊക്കെ തരത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ, അതിലാരാണ് പ്രധാനപ്പെട്ട ഭാഗത്ത്, ആരൊക്കെ ഒത്താശ ചെയ്തു, ആരൊക്കെ ചതിക്കപ്പെട്ടു, ഈ കാര്യത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വ്യക്തമായിട്ടുണ്ടോ ഈ പ്രതി പട്ടികയിൽ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ ആരൊക്കെ വരുമെന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയുണ്ടോ? ഇ ഡിയുടെ നീക്കം എന്താണ്? ഓരോ ദിവസം കഴിയുമ്പോൾ പരാതിക്കാരുടെ എണ്ണം കേരളത്തിലെമ്പാടും വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പണമിടപാടുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ടാണ് ഇ ഡി ഇത് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇ ഡി ഇതിലെ പ്രതികളെ ചോദ്യം ചെയ്യണമെന്നുള്ള തരത്തിലേക്ക് പോവുകയാണ്. NGOയുടെ കോൺഫറേഷൻ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാർ, അതുപോലെ തന്നെ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ഈ അനന്തു കൃഷ്ണന്റെ നിയമോപദേഷ്ടാവായ ലാലി വിൽസന്റെ, അതുപോലെ തന്നെ NGO കോൺഫറേഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ നേതാക്കളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യണമെന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു ലിസ്റ്റ് ഔട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. ആദ്യം ഈ NGO സംഘത്തിൻ്റെയും സായി ഗ്രാമത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാറിനെ ആയിരിക്കും ചോദ്യം ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇവരെ ഒരുമിച്ചിരുത്തിയും വേറെ വേറെ ആക്കിയും ഇരുത്തിയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കേരളത്തിലെമ്പാടുമുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ പാതിവില തട്ടിപ്പുമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി പ്രദേശങ്ങളിലാണ് കൂടുതലായി, അതായത് തൊടുപുഴ, എറണാകുളത്ത്, പരവൂർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇ ഡി ഈ കേസ് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. എന്തായാലും ഇവരെ അതിവേഗം ചോദ്യം ചെയ്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ ഇ ഡി തീരുമാനമെടുത്തിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി അഖിൽ. ഇനി രാജ്യാന്തരം. വിദേശ ഫണ്ട് സ്വീകരിച്ച് ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. വിദേശ പണം കൈപ്പറ്റി രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യം. 10 മലയാളികൾ ഉൾപ്പെടെ 86 മാധ്യമ പ്രവർത്തകർക്കും കോൺഗ്രസ് പാർട്ടിക്കും പണം ലഭിച്ചു എന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അടക്കം പറഞ്ഞത് ഇത്തരക്കാരെ കണ്ടുപിടിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ്. ഈ ഫണ്ട് കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ?
86 മാധ്യമ പ്രവർത്തകർ ഈ ഒരു ഫണ്ട് വിദേശ ഫണ്ട് കൈപ്പറ്റിയെന്നുള്ള വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ 10 മലയാളികളും ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു വസ്തുതയാണ്. ഇത് സംബന്ധിച്ച് ആരൊക്കെയാണ് ഈ പണം കൈപ്പറ്റിയത് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. അതേസമയം വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഭാരതത്തിൻ്റെ അഖണ്ഡത തന്നെ തകർക്കുവാൻ വേണ്ടി, ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടന്നതെന്നാണ് പ്രധാനമായും BJP ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഒരു വിഭാഗം മാധ്യമങ്ങളും ഇതിൽ പങ്കാളികളായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് ചില ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ OMDR നെറ്റ്വർക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അത് ഇന്ത്യൻ എക്സ്പ്രസിന് ചെന്നൈയിലും ഡൽഹിയിലും ഓരോ പരിപാടികൾ നടത്തുവാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചതായിട്ടുള്ള ഇതിനോടകം തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 12, 2024 ഓഗസ്റ്റ് 12 ചെന്നൈയിലും അതേപോലെ തന്നെ ജനുവരി 2025 ഡൽഹിയിലും ആണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. അതിന് പിന്നിൽ ഈ OMDR നെറ്റ്വർക്കിൻ്റെ സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ ഈ ജോർജ് സോറസിൻ്റെ ഓപ്പൺ സൊസൈറ്റിക്ക് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന് അതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പല കോണുകളിലൂടെ നടക്കുകയാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുവാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ഇതിനെല്ലാം ഉപരി ഈ മാധ്യമ പ്രവർത്തനം അത് പ്രത്യേകിച്ച് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമായി മാറ്റുകയായിരുന്നു. ഈ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ പണം കൈപ്പറ്റിക്കൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിനായി മാധ്യമ പ്രവർത്തനത്തെ മാറ്റി എന്നുള്ളതും ഏറെ വേദനാജനകമാണ്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മലയാളികൾ അടക്കമുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. നമുക്കറിയാം മലയാള മാധ്യമങ്ങളടക്കം നിരന്തരം BJPക്കെതിരായിട്ട് നിരന്തരം വാർത്തകൾ ചമച്ചിരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അത്തരമൊരു കാലഘട്ടമായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും രാഹുൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നൊക്കെ ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ പ്രചരണം. ആ പ്രചരണങ്ങളുടെയൊക്കെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന് പിന്നിൽ ഈ വിദേശ ഫണ്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. ജോർജ് സോറസ് നേരത്തെയും ഭാരതത്തിൽ ഇതേപോലെ തന്നെ അമേരിക്കൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണവ്യവസ്ഥിതിയെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. 2012 അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇലക്ഷൻ കമ്മീഷനിലും ഈ സമാനമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്വതന്ത്ര പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാനും ഇതേപോലെ തന്നെ ജോർജ് സോറസിൻ്റെ ഓപ്പൺ ഫൗണ്ടേഷനിൽ നിന്നും ഭാരതത്തിലേക്ക് ഫണ്ട് ഒഴുകി എന്നുള്ള വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം ഭാരതത്തിൻ്റെ പ്രക്രിയകളെ, ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന് അമേരിക്കയുടെ സഹായമാണ് അവർ കൈപ്പറ്റിയത് എന്നുള്ള വിവരങ്ങളാണ് അമിത് മാളവി അടക്കം BJPയുടെ IT സെൽ മേധാവി അമിത് മാളവി അടക്കം പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ അദ്ദേഹവും ആവശ്യപ്പെട്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ പണം കൈപ്പറ്റിയ ആൾക്കാരുടെ മുഴുവൻ അവർക്കെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങണമെന്നുള്ളതാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ ഈ ദേശീയ തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനൊപ്പം നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊപ്പം തന്നെ താഴേക്കിടയിലേക്ക്, സാധാരണക്കാർക്കിടയിലേക്ക് പോലും ഈ പ്രതിഷേധം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതായത് മാധ്യമധർമ്മം, നിഷ്പക്ഷമായ വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ട മാധ്യമങ്ങൾ വിദേശത്ത് നിന്നും കോഴ കൈപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു മാധ്യമത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള പ്രവണത അത് സ്വാഭാവികമായും വരുന്ന മാധ്യമധർമ്മത്തിന് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് തന്നെ അത് നാണക്കേടായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതിന് അന്വേഷണത്തിലേക്ക് കടക്കും. അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ സഹായം ലഭിച്ച മുഴുവൻ ആൾക്കാരെയും കണ്ടെത്തും എന്നുള്ളതാണ് BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ആണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ജനവിധി അട്ടിമറിക്കുവാൻ വേണ്ടി, ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ വിദേശ ഫണ്ടിങ്ങിലൂടെ അല്ലെങ്കിൽ വിദേശ പണം കൈപ്പറ്റിയതിലൂടെ കോൺഗ്രസ് അതിലൂടെയാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒരു കോണിൽ കൂടെ നടക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവി. ശരി നന്ദൻ, ജനാധിപത്യവും ഭരണവും അട്ടിമറിക്കാനുള്ള വിദേശ ഫണ്ടിങ് ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പക്ഷേ അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച മെയ് 9 മോസ്കോയിൽ. യുക്രൈൻ യുദ്ധം ശാശ്വതമായി പരിഹരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. യുക്രൈൻ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവർ ഒന്നും ചെയ്തില്ല എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, ആ പശ്ചാത്തലത്തിലാണ്
ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാകുന്നത്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ കൂടിക്കാഴ്ച നടക്കണമെന്ന ആവശ്യങ്ങൾ പലതരത്തിൽ ഉയരുമ്പോൾ അതിനൊരു തീയതി നിശ്ചയിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ പ്രതീക്ഷകളാണുള്ളത്. വിവരങ്ങൾ തീർച്ചയായും വീണ, മോസ്കോയിൽ മെയ് 9 കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരമായി ഇത് സംബന്ധിച്ച് നൽകാനുള്ളത്. മെയ് 9 വരെ കാത്തു നിൽക്കുന്നത് എന്തിന്, അല്ലെങ്കിൽ അത്രയും ഒരു ദീർഘകാലത്തിന് ശേഷം ഈ കൂടിക്കാഴ്ചയിലേക്ക് നീങ്ങുന്നത് എന്തിന് എന്ന് സംബന്ധിച്ച് വിദേശകാര്യ വിദഗ്ധരെല്ലാം തന്നെ കൃത്യമായൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും, ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ പുടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു സൗദി അറേബ്യയിൽ എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള. സെർജി ലെവറോവിൻ്റെയും കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയം. അതിനുശേഷം സൗദി അറേബ്യയിൽ തന്നെ ഒരു പക്ഷേ കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ചില സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ആ സ്ഥിരീകരണങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. മെയ് 9 മോസ്കോയിൽ തന്നെയാണ് കൂടിക്കാഴ്ച നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെയാണ് അതിശക്തമായൊരു നിലപാട് യുക്രൈനെതിരെ അമേരിക്ക സ്വീകരിക്കുകയും ചെയ്തത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നത് യുക്രൈനെതിരാണ് എന്നൊരു ചിന്ത യുക്രൈൻ ഉണ്ടാക്കുന്ന ചില നീക്കങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ളൊരു ചർച്ച യുക്രൈൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു കൂടിക്കാഴ്ച നടന്നത്. മ്യൂണിക്കിലും മറ്റും കൂടിക്കാഴ്ചകൾ നടന്നത്. അത്തരത്തിലൊരു കൂടിക്കാഴ്ചയിൽ വളരെ കൃത്യമായി കെയർ സ്റ്റാമർ പറയുകയും ചെയ്തു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു, യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ സൈനിക വിന്യാസം യുക്രൈനിൽ ആവശ്യമെങ്കിൽ നടത്തുമെന്ന നിലപാട് അറിയിച്ചു. ഇതിന് പിന്നാലെ പുടിൻ വളരെ കൃത്യമായി റഷ്യയുടെ നിലപാട് വളരെ കൃത്യമായി പുറത്തുവരികയും ചെയ്തു. സെർജി ലെവറോവ് അത് കൃത്യമായി പറയുകയും ചെയ്തു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നാറ്റോ സഖ്യ സൈന്യം യുക്രൈനിലെത്തുന്നത് ഗുണകരമായ ഒരു നിലപാടായിരിക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും അമേരിക്കയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അമേരിക്ക മോസ്കോ സന്ദർശിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായൊരു നീക്കമായി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മോസ്കോ സന്ദർശിക്കുന്ന വേളയിൽ തീർച്ചയായും യുക്രൈൻ അനുകൂലമായൊരു നിലപാടല്ല അമേരിക്ക സ്വീകരിക്കുന്നത് എന്ന ഒരു ചർച്ചകളെല്ലാം തന്നെ പുറത്തു വരുന്നൊരു പശ്ചാത്തലത്തിലാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കാര്യമായ ഇടപെടൽ ഇമാനുവൽ മാക്രോണിൻ്റെ ഭാഗത്തു നിന്നോ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്ന രൂക്ഷമായ വിമർശനം ഇന്നലെ രാത്രിയോടുകൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. അത്തരത്തിലൊരു രൂക്ഷമായ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തൊട്ടടുത്ത ദിവസം മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്താനുള്ള തീയതി മെയ് 9 നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കൃത്യമായൊരു നീക്കം രണ്ട് വശങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. യുക്രൈനെ ഉൾപ്പെടുത്താതെ യുക്രൈൻ യുദ്ധ സമാധാന ചർച്ചകൾ നടത്തുന്നത് ശരിയല്ല എന്ന യുക്രൈൻ്റെ ഒരു വാദവും ആ വാദത്തിനെ അനുകൂലിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടുമായിരുന്നു ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം വരെ ലോകരാഷ്ട്രങ്ങളുടെ ഒരു ചലനമായി കണക്കാക്കിയിരുന്നത്. എങ്കിൽ നേരെ തിരിച്ചൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കുറെ കൂടി കൃത്യമായൊരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അന്ന് പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയ യൂറോപ്യൻ രാജ്യത്തിലെ നേതാക്കളെ മുഴുവൻ തന്നെ തള്ളിപ്പറയുന്നൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതാണ് മാക്രോണും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയില്ല എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിരിക്കുന്നത്. ട്രംപ് അത്തരം ആരോപണം വളരെ കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ 3 വർഷത്തിനിടെ നടത്താതിരുന്ന യുക്രൈനും അതുപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും പോലുള്ള രാജ്യങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതും മറ്റൊരു തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് കൃത്യമായ വ്യംഗ്യാർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതുതന്നെയായാലും മെയ് 9 കൂടിക്കാഴ്ചകൾ നടക്കും. ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നതിന് മുന്നോടിയായി പല സംഭവവികാസങ്ങളും ഈ യുക്രൈൻ റഷ്യ യുദ്ധവുമായി സംബന്ധിച്ച് നടക്കും. 3 വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം സമാപിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നത് ലക്ഷ്യമാണ് എന്ന് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപ് പ്രചരണവേളയിലും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും അധികാരത്തിലെത്തിയതിന് ശേഷവും പറഞ്ഞിരുന്നു. അത്തരത്തിൽ റിപ്പീറ്റഡായി ഉറപ്പിച്ച് പറഞ്ഞ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ട്രംപിൻ്റെ റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഇടപെടലെങ്കിൽ യുക്രൈൻ ഇക്കാര്യത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ എന്ന ഒരു ആശങ്ക നിലവിലുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. വീണ. ഓക്കെ. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി. ഷെറി ബിബാസിന്റെ യഥാർത്ഥ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയതായി ഹമാസ്. വ്യാഴാഴ്ച കൈമാറിയ മൃതദേഹം ഷുറിയുടേതല്ലെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. റെഡ് ക്രോസിന് കൈമാറിയ മൃതദേഹത്തിൽ ഫോറൻസിക് പരിശോധന പുരോഗമിക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചു. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കൈമാറിയ മൃതദേഹം ആരുടേതെന്ന സംശയം തുടരുകയാണ്. മൃതദേഹം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകളുടെ കൂട്ടത്തിൽ ഉള്ളവരുടേതല്ല എന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് 6 ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിച്ചേക്കും. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ദേവിക, തീർച്ചയായും ഇന്ന് ശനിയാഴ്ച തോറും ബന്ദികളുടെ മോചനം സാധ്യമാക്കുക എന്നാണ് വെടിനിർത്തൽ കരാറിൻ്റെ ഏറ്റവും കാതലായ വിഷയം. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി പലരെയും മോചിപ്പിച്ചിരുന്നു, ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ശനിയാഴ്ചയും 6 പേരെ മോചിപ്പിക്കുമെന്ന ഒരു ഹമാസിൻ്റെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. ഈ മോചിപ്പിക്കുന്ന ബന്ദികളെ തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ അവരെ അതിർത്തിയിലെത്തിക്കുകയും റെഡ് ക്രോസിന് കൈമാറുകയും റെഡ് ക്രോസ് അത് അവരെ ഇസ്രായേലിന് കൈമാറുകയും ചെയ്യുക. കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും 2 തവണ ഇത്തരത്തിൽ ബന്ദികളെ കൈമാറുന്ന വേളയിൽ വലിയൊരു ആരോപണം റെഡ് ക്രോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഈ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ബന്ദികളെ കൈമാറുന്ന വേളയിൽ ചില ആഹ്ലാദ പ്രകടനം നടത്തുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കൂട്ടമുണ്ടായി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നൊരു സാഹചര്യം പാലസ്തീനികളുടെ ഭാഗത്തു നിന്ന്, ഗാസയിലുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. അത് തെറ്റാണ്, അത് സ്വകാര്യതയെ ബാധിക്കുന്നതാണ്, സുരക്ഷയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ അതിലുണ്ട് എന്ന് തുടർച്ചയായി പറയുന്നൊരു സാഹചര്യം. ആദ്യത്തെ 2 തവണ ഈ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഫോർ റെഡ് ക്രോസ് ഇത്തരമൊരു നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവവികാസം ഇന്ന് വീണ്ടും ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 6 പേരുടെ മോചനം നടത്തുന്ന ആ സമയത്ത് വീണ്ടും ഇത്തരത്തിൽ ആളുകൾ കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കും ലോകരാഷ്ട്രങ്ങളെന്നത് സംബന്ധിച്ചും റെഡ് ക്രോസിൻ്റെ തന്നെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എങ്കിലും അത് സംബന്ധിച്ച് ചില നടപടികൾ റെഡ് ക്രോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായാൽ അത്തരം നീക്കമുണ്ടാകുമെന്ന് തന്നെ റെഡ് ക്രോസിൻ്റെ ഭാഗത്തു നിന്ന് അനൗദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവവികാസം നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴാഴ്ച 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ, അതായത് ഹമാസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുമെന്ന അറിയിച്ചതിന് പിന്നാലെ 4 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നു. ബിബാസ് കുടുംബത്തിലെ 3 പേർ, അതായത് 2 കൊച്ചുകുട്ടികളും 4 വയസ്സും ഒരു 9 മാസവും പ്രായമുള്ള 2 കുട്ടികളും അതുപോലെ തന്നെ അവരുടെ അമ്മ ഷിറി ബിബാസും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹം, മറ്റൊരു സമാധാന പ്രവർത്തകൻ്റെ കൂടി മൃതദേഹം വിട്ടുകൊടുത്തിരുന്നു. ഇതിൽ ഷിറി ബിബാസിൻ്റേതെന്ന് പറഞ്ഞ് ഹമാസ് വിട്ടുകൊടുത്ത മൃതദേഹം ഷിറിയുടേതല്ല എന്ന് ഇസ്രായേൽ ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിക്കുകയായിരുന്നു. സ്ഥിരീകരിച്ചതിന് ശേഷം തുടർന്ന് നടത്തിയ പരിശോധനകളെ ആ സ്ഥിരീകരണവും മറ്റു പരിശോധനകളും നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 ഒക്ടോബർ 7-ന് ഹമാസ് പിടികൂടി ബന്ദികളാക്കിയവരുടെ കൂട്ടത്തിലുള്ള ഇസ്രായേലികളുടെ മൃതദേഹം പോലുമല്ല അത് എന്നൊരു യാഥാർത്ഥ്യം കൂടി പുറത്തു വന്നു. അപ്പോൾ ഇത് ആരുടെ മൃതദേഹം എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഷിറി ബിബാസിൻ്റെ മൃതദേഹം എവിടെ എന്ന ചോദ്യവും അവശേഷിക്കുകയായിരുന്നു. അതിനൊരു താൽക്കാലികമായ മറുപടി എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. ഹമാസ് മറ്റൊരു മൃതദേഹം കൈമാറിയിട്ടുണ്ട്, റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ക്രോസ് അത് ഇസ്രായേൽ സേനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇസ്രായേൽ സേന അതിന് മുകളിൽ ഇസ്രായേൽ സേനയുടെ മെഡിക്കൽ വിഭാഗം ആ മൃതദേഹത്തെ കൃത്യമായി പരിശോധിച്ച് അത് ഷിറിയുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഷിറിയുടെ ബന്ധുക്കൾ തന്നെ മൃതദേഹം തിരിച്ചറിയുന്നതിനൊക്കെ എത്തിയിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അത് ഷിറിയുടെ മൃതദേഹം തന്നെയാണോ എന്ന് അറിയാൻ സാധിക്കുക. അപ്പോഴും വീണ്ടും ചോദ്യം ഉയരുകയാണ്, ആരുടേതാണ് നേരത്തെ നൽകിയ മൃതദേഹം എന്നത്. ആ മൃതദേഹം ഏത് രീതിയിൽ അവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ ബന്ദികളുടെ അവസ്ഥ എന്ത് എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരവസ്ഥയാണ് ഈ മൃതദേഹം മാറിപ്പോയതുമായി ബന്ധപ്പെട്ടുള്ളത്. മാത്രമല്ല മൃതദേഹം തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, അതായത് റെഡ് ക്രോസിന് കൈമാറി അത് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറുന്ന ആ പ്രോസസ്സ് നടക്കുന്ന വേളയിൽ പരേഡ് നടത്തുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ ആ മൃതദേഹവുമായി പരേഡ് നടത്തുക, അത്തരത്തിലുള്ള രീതികളെല്ലാം നടത്തിയത് മൃതദേഹത്തോടുള്ള അനാദരവും ആ വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന നിലപാടുമാണെന്ന് UN വരെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. UN മനുഷ്യാവകാശ കമ്മീഷനും UN സെക്രട്ടറി ജനറലും എല്ലാം തന്നെ ഈ നീക്കത്തെ അപലപിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മൃതദേഹം ആരുടേത് എന്നത് നിലവിൽ ഹമാസ് പറയുന്നത് മാത്രമാണ് ഷിറിയുടേതാണ് എന്നുള്ള ഒരു വിവരം. 32-കാരിയായ ഷിറിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നതെന്ന് ഹമാസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി അത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. അതുപോലെ തന്നെ ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള നടപടികളും ഇന്ന് പുരോഗമിക്കും. ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമാണ് ഇസ്രായേൽ വിഷയത്തിൽ. ഇസ്രായേൽ ഗാസ സംഘർഷവും അതുപോലെ തന്നെ ബന്ദികളുടെ മോചനവും എല്ലാം ചേർന്ന് ഒരു സങ്കീർണമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്ന, ഉത്തരം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ശനിയാഴ്ച എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള വിഷയം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോയാൽ, ദൈവം വിചാരിച്ചാൽ പോലും ബംഗളൂരു നഗരത്തിന്റെ സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല എന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. റോഡ് നിർമ്മാണം സംബന്ധിച്ച് നടന്ന സെമിനാറിലാണ് ഉപമുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം. പ്രഖ്യാപിക്കപ്പെടുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ നടപ്പിലാകുന്നില്ല എന്ന് സെമിനാറിൽ പങ്കെടുത്ത വിദഗ്ധരും അഭിപ്രായപ്പെട്ടു. അതേസമയം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തുപോകാൻ BJP ആവശ്യപ്പെട്ടു. കാലങ്ങളായി ബംഗളൂരു നിവാസികളുടെ പരാതിയാണ് പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവ്. കാര്യമായ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ബംഗളൂരുവിൽ നടക്കുന്നില്ല. വിഷയം ചർച്ച ചെയ്ത സെമിനാറിന്റെ ഉദ്ഘാടന വേളയിലാണ് കർണാടക ഉപമുഖ്യമന്ത്രി വിവാദ പരാമർശം നടത്തിയത്. ദൈവം വിചാരിച്ചാൽ പോലും ബംഗളൂരുവിലെ പശ്ചാത്തല സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല എന്നായിരുന്നു DK ശിവകുമാറിന്റെ പരാമർശം. Within 1 year, 2 year, 3 year, ಈ ಬೆಂಗಳೂರಿನ ಮೇಲ್ಗಡೆ ಇರುವಂಥ ಭಗವಂತ ಕೆಳಗಡೆ ನಡೆದಾಡೋದು ಏನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಅಂತ ಕಷ್ಟ ಇದೆ.
We have to plan properly. ಯೋಜನೆಯನ್ನು ಸರಿಯಾಗಿ ಮಾಡಬೇಕು. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಸರಿಯಾದ ರೀತಿಯ ಒಂದು ರೂಪುರೇಷೆಗಳನ್ನು ಕೊಡಬೇಕು ಅನ್ನೋ ದೃಷ್ಟಿಯಿಂದ ಈ ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇದ್ದೀವಿ. വിവാദ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും സമയബന്ധിതമായി നടപ്പാക്കുന്നില്ലെന്നും സെമിനാറിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു പ്രസ്താവന ഉണ്ടായത് അംഗീകരിക്കാനാവില്ലെന്ന് BJP കർണാടക ഘടകം വ്യക്തമാക്കി. നഗരത്തെ ബ്രാൻഡ് ബംഗളൂരു ആക്കുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് DK ശിവകുമാർ എന്നും BJP നേതാക്കൾ വിമർശിച്ചു. സർക്കാർ വികസനത്തിൽ കേന്ദ്രീകരിക്കാതെ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും BJP ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ജനം. വിഴിഞ്ഞം തുറമുഖത്തിന് 20,000 കോടിയുടെ അധിക നിക്ഷേപം പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തി കരൺ അദാനി. 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 30,000 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രഖ്യാപനം നടത്തിയത് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ. In total, the Adani Group is going to invest 30,000 crores in the next 5 years in the state of Kerala. In the words of our chairman, Sri Gautam Adani, the infrastructure sector is all about building assets for the nation and nation building. Kerala is emerging as a model of development and progress, and we at Adani Group are honored to be part of this journey. Adani Group has already invested 5,000 crores in Vizhinjam Port and we are committing an additional investment of 20,000 crores. This is not only India's first transshipment hub, but our vision is to make Vizhinjam the largest transshipment port in this part of the region. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനിയും കൊച്ചിയിൽ നിന്ന് അഖിൽ പാലോട്ടുമടവും ചേരുകയാണ്. ആദ്യം ശാലിനിയിലേക്ക് എത്തുമ്പോൾ, ശാലിനി, വിഴിഞ്ഞം തുറമുഖവുമായി ശരി അഖിലിലേക്ക് എത്തുന്നു. അഖിൽ, കഴിഞ്ഞ ദിവസം ഗ്ലോബൽ സമ്മിറ്റിൽ നടത്തിയ ചില പ്രഖ്യാപനങ്ങളായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് 20,000 കോടിയുടെ അധിക നിക്ഷേപം, അതോടൊപ്പം തന്നെ കരൺ അദാനി പറഞ്ഞ മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട്. 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 30,000 കോടി രൂപ അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയൊരു സാധ്യതയാണ് കേരളത്തിൻ്റെ വികസന പദ്ധതികൾക്ക് ഉണ്ടാവുക? മാത്രവുമല്ല, ഒരു വലിയ തൊഴിൽ സാധ്യതകൾ കൂടി ഇതിനുള്ളിൽ കാണുന്നുണ്ടല്ലോ. ദേവിക, ഇന്നലെ ആരംഭിച്ച ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടക്കുന്നത്. ഇന്നലെ മാത്രം 35,000 കോടി രൂപയുടെ നിക്ഷേപത്തെ പറ്റിയാണ്, കേരളത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് വിവിധ കമ്പനികളുടെ MDമാരും ചെയർമാന്മാരും ഒക്കെ തന്നെ വലിയ പ്രഖ്യാപനം നടത്തിയത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഭാരതത്തിൻ്റെ തന്നെ വികസനത്തിൽ വലിയ മുഖമുദ്രയായി മാറുന്ന വിഴിഞ്ഞം പോർട്ടിന് ഏകദേശം പുതിയതായി 20,000 കോടി രൂപയുടെ അധികമായിട്ടുള്ള ഒരു നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന അദാനി ഗ്രൂപ്പ് ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. കഴിഞ്ഞ അടുത്ത 5 വർഷത്തിനുള്ളിൽ 30,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തി വിവിധ മേഖലകളിൽ അതിൻ്റെ നിക്ഷേപ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുകയാണ് എന്നൊരു പ്രഖ്യാപനമാണ് ഇന്നലെ കരൺ അദാനി ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്ന 2 വികസന കാര്യങ്ങളാണ്. അത് ഒന്ന് വിഴിഞ്ഞം പദ്ധതിയാണ്, മറ്റൊന്ന് തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളവും അതുപോലെ തന്നെ ഈ ഹൈബ് കൊമേഴ്സ്യൽ ഹബ്ബ് കൊച്ചിയിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ മുൻഗണന നൽകി കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതികളായി അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിക്കുന്നത്. ഏകദേശം 55,000 കോടി രൂപയുടെ പദ്ധതികൾ ഇതിനകം തന്നെ കേരളത്തിൽ മുടക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതായത് ഈ 2015 വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആരംഭത്തിൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ തന്നെ ഏകദേശം 5,000 കോടി രൂപയുടെ പദ്ധതി നടപ്പിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു എന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം 4.5 ദശലക്ഷത്തിൽ നിന്നും 12 ദശലക്ഷത്തിലേക്ക് ഉയർത്തി യാത്രക്കാരുടെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ഉയർത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ കുറച്ചുകൂടിയുള്ള വികസന കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ഇന്നലെ ഈ ഗ്ലോബൽ സബ്മിറ്റ് മീറ്റിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ വികസന കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ഉള്ള നിക്ഷേപങ്ങൾ ഇന്നും ചർച്ചയിലുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ് അത് അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്ത് പറയുന്നത് തന്നെ അതിൻ്റെ ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് തന്നെ രാജ്യത്തിൻ്റെ മുഖമുദ്രയായി മാറുന്നു. അതല്ലെങ്കിൽ രാജ്യം തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന തരത്തിലേക്ക് ഒരു വികസന കുതിപ്പിനാണ് വിഴിഞ്ഞം പോകുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും അധികം നിക്ഷേപം നടത്താൻ തയ്യാറാകുന്നത് എന്നൊക്കെയാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ അധിക നിക്ഷേപങ്ങൾ കേരളത്തിൽ വരുന്നതിന് സർക്കാർ നോക്കിക്കാണുന്നത്, കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. ദേവിക,
ശരി. ഓക്കെ, നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കൊച്ചി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ ത്രിദിന അന്താരാഷ്ട്ര ഉച്ചകോടി മാർച്ച് 5 മുതൽ 7 വരെ നടക്കും. പാനൽ ചർച്ചകൾ, ജൈവ വൈവിധ്യ സംരക്ഷണ പരിശീലന ശില്പശാലകൾ എന്നിവ ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചാണ് അമൃത സ്കൂൾ ഓഫ് ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ത്രിദിന കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. കൊച്ചി അമൃത വിശ്വവിദ്യാപീഠത്തിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്, വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. It's meant to tell you about synergizing the eco interventions for achieving sustainable development goals. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് യുണൈറ്റഡ് നേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ സം ഓഫ് ദി ഗോൾസ് വിൽ ബി കവേർഡ് ഇൻ ദിസ് കോൺഫറൻസ്. 3 ദിവസമായിട്ട് അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന എക്കോ ഇൻ്റർവെൻഷൻസാണ്. അപ്പോൾ എക്കോളജി റിലേറ്റഡ് ആയിട്ട് എക്കോളജി, ഹെൽത്ത് കെയർ, ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എല്ലാം റിലേറ്റഡ് ആയിട്ട് പല ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. ഗ്രീൻ കോമേഴ്സ് ആൻഡ് സസ്റ്റൈനബിൾ മോഡൽസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ത്രൂ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് പ്രാക്ടീസസ്. അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉള്ള ഓൺട്രപ്രനേഴ്സും ആ പ്രാക്ടീസസ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പലരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. പിന്നെ സോഷ്യൽ ഓൺട്രപ്രനർഷിപ്പ്, അതും എക്സ്പീരിയൻസ് ഷെയറിങ് ആണ്. ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഈ എക്കോ ഇൻ്റർവെൻഷൻസിലുള്ള ടെക്നോളജി ഇന്നൊവേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ സസ്റ്റൈനബിലിറ്റി, അത് രണ്ടുമാണ് ആ ദിവസം. പാനൽ ചർച്ചകൾ, ജൈവ വൈവിധ്യ സംരക്ഷണ പരിശീലന ശില്പശാലകൾ എന്നിവയും ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. സുസ്ഥിരതയ്ക്ക് നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എന്ന വിഷയത്തിൽ ശില്പശാല, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ എന്നിവയും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. ജനം, കൊച്ചി. ഇനി ഈ മണിക്കൂറിലെ പ്രധാന സംഭവങ്ങൾ നോക്കാം പ്രധാന തലക്കെട്ടുകൾ. आज हम इस बात पर भी गर्व करेंगे कि महाराष्ट्र की धरती पर मराठी भाषी एक महापुरुष ने 100 वर्ष पहले राष्ट्रीय स्वयंसेवक संघ का बीज बोया था. आज ये एक वटवृक्ष के रूप में अपना शताब्दी वर्ष मना रहा है. രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കാൻ തന്നെ പോലെ നിരവധി പേർക്ക് പ്രേരണ നൽകിയത് RSS എന്ന് പ്രധാനമന്ത്രി. വേദങ്ങൾ മുതൽ വിവേകാനന്ദന് വരെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന യജ്ഞമാണ് RSS. മോദിയുടെ പരാമർശം മറാത്തി സാഹിത്യ പരിപാടിയിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ വെട്ടിലായി കോൺഗ്രസ്. സോണിയയും രാഹുലും മറുപടി പറയണമെന്ന് BJP. ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിടാൻ സാധ്യത. യുക്രൈൻ യുദ്ധത്തിൽ ട്രംപിന്റെ നിർണായക ഇടപെടൽ. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച മെയ് 9-ന് യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക ചർച്ചകൾ നടത്തും. എലപ്പുള്ളി മദ്യനിർമ്മാണ പ്ലാന്റ് സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. ബ്രൂവറി സാമൂഹിക വിപത്തെന്ന് പാലക്കാട് രൂപത. സാമ്പത്തിക ഉറവിടം വറ്റിവരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. PSCയിലെല്ലാം തോന്നും പടി. ശമ്പള വർധനവിന് പിന്നാലെ മെമ്പർമാരുടെ എണ്ണത്തിലും വർധനവ്. കേരളത്തിൽ 20 PSC അംഗങ്ങൾ. UPSCയെയും മറ്റ് സംസ്ഥാനങ്ങളെയും മറികടന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതായി കേരളം. ജനം ബ്രേക്കിംഗ്. വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ. 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ചൊവ്വാഴ്ച. സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയായി. ജനം ബ്രേക്കിംഗ്.
തലശ്ശേരിയിൽ ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കുട്ടി മാക്കൂൽ സ്വദേശി സഹദേവൻ. പ്രതികളായ മറ്റ് CPM പ്രവർത്തകർ ഒളിവിലെന്ന് പോലീസ്. ഇടുക്കിയിൽ 2 ഇടങ്ങളിലായി ഉണ്ടായ വാഹനാപകടത്തിൽ 4 മരണം. പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. കട്ടപ്പനയിൽ കാറ് ക്രാഷ് ബാരിയറിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ്. 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ഫെബ്രുവരി 25-ന്. ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയിലേക്ക്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, സംസ്ഥാനം വളരെയധികം കടക്കിണിയിലായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക ഞെരുക്കം എല്ലാ വകുപ്പുകളിലുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല പ്രശ്നങ്ങളും സർക്കാരിനുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വളരെയധികം ധൂർത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന ചില ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ദേവിക, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സംസ്ഥാന ബഡ്ജറ്റ് അവതരണവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ പോലും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കാൻ എല്ലാ പദ്ധതികളുടെയും പദ്ധതി വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിന്നിരുന്നു. വീണ്ടും ബഡ്ജറ്റ് അവതരണം 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. എടുത്തു പറയേണ്ടത് 1920 കോടി രൂപ സംസ്ഥാനം വീണ്ടും കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നതാണ് വസ്തുത. നേരത്തെ 39,000 കോടി രൂപയാണ് സംസ്ഥാനം കടമായി സംസ്ഥാനത്തിനുള്ളത്. ഈ 39,000 കോടി രൂപയും 1920 കോടി രൂപയും കൂടി ആകുമ്പോൾ 40,920 കോടി രൂപ കടത്തിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ പല ഘട്ടങ്ങളിൽ സമീപിച്ചെങ്കിലും പക്ഷേ കേന്ദ്രം അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയില്ല. കാരണം സംസ്ഥാനം വർഷാവർഷം വലിയ കടക്കണിയിലേക്കും ബാധ്യതയിലേക്കും കടക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇതിനുള്ള അനുമതി നൽകാതിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കടപ്പത്ര ലേലത്തിലൂടെ കൂടുതൽ കടമെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനായുള്ള ലേലം ഈ വരുന്ന 25-ാം തീയതി ഫെബ്രുവരി 25-ാം തീയതി ആ ലേലത്തിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ധനവകുപ്പ് നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 1920 കോടി രൂപ കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാനത്തിന് സമാഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് സാധിക്കാത്ത സാഹചര്യം വരും. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്ത് ഒരു ഭാഗത്ത് സജീവമായി തുടരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PSCയുടെ അംഗങ്ങൾക്കും PSC ചെയർമാൻ അടക്കമുള്ളവർക്ക് വലിയ രീതിയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാനം വീണ്ടും കടമെടുപ്പിലേക്ക് പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ആകെ പ്രശ്നത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തുന്നു. ഇത്തവണ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച തുക പോലും കൃത്യമായി ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് ആകില്ല. വിവിധ വകുപ്പുകൾക്ക് പദ്ധതി വിഹിതം നടപ്പിലാക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ അത് പാഴ്വാക്കാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അധിക ധനസമാഹരണം നടത്താനുള്ള പദ്ധതികൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതിൻ്റെ നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല. ഈ വർഷാവസാനം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ വരുന്ന സാഹചര്യത്തിൽ പോലും സംസ്ഥാനം കൂടുതൽ ബാധ്യതകൾ ഒഴിവാക്കാനായി കൂടുതൽ ധനസമാഹരണം നടത്താനുള്ള പദ്ധതിയിലേക്കും നടപടിക്രമങ്ങളിലേക്കും സംസ്ഥാന സർക്കാർ കടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ധനസമാഹരണം അധിക ധനസമാഹരണത്തിൽ പോകാതെ കടമെടുപ്പ് പത്രം അല്ലെങ്കിൽ കടപ്പത്രത്തിലൂടെ ലേലത്തിലൂടെ 1920 കോടി രൂപ സമാഹരിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഈ വരുന്ന 25-നാണ് ഈ ലേലത്തിനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും മൊത്തം കടം സംസ്ഥാനത്തിൻ്റെ 40,920 കോടിയിലേക്ക് സംസ്ഥാനം എത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അധിക ബാധ്യതയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നവും. ദേവിക.
ശരി വിനീഷ്, ഏതായാലും കൂടുതൽ കടമെടുക്കാതെ വയ്യല്ലോ സർക്കാരിന്. കാരണം PSC മെമ്പർമാർക്കൊക്കെ അടക്കം വാരിക്കോരി കൊടുക്കാമെന്ന് വാക്ക് നൽകിയിരിക്കുകയാണല്ലോ. അല്ലാതെ ആശാ വർക്കർമാർക്ക് കൊടുക്കാനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത്തരം ചില ധൂർത്തുകൾ ഒരു വഴി കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഈ PSC മെമ്പർമാരുടെ കാര്യം പറഞ്ഞാൽ തന്നെ കേരളത്തിലുള്ളതൊരു ജംബോ സിസ്റ്റമാണെന്ന് പറയേണ്ടി വരും. കാരണം മറ്റ് ഇപ്പോൾ UPSCയുടെ കാര്യം അടക്കം എടുത്താൽ ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളെയും ഒക്കെ മറികടന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതായി നിൽക്കുകയാണ് കേരളം ഈ PSC മെമ്പർമാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ. രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും 16 പേർ മാത്രം ഉള്ളപ്പോഴാണ് കേരളത്തിൽ 20 PSC അംഗങ്ങളുള്ളത്. ശമ്പളക്കാര്യത്തിലും UPSC വരെ മറികടക്കുകയാണ് കേരള PSC ചെയർമാനും അംഗങ്ങളും. പ്രജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ അംഗങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം കേരളത്തിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും UPSCയെ പോലും രാജ്യത്തെമ്പാടും റിക്രൂട്ട്മെൻറ്റ് നടത്തേണ്ട UPSCയെ അപേക്ഷിച്ച് പോലും ഇപ്പോൾ ഈ ശമ്പള വർധന കൂടി വരുമ്പോൾ അതും വ്യക്തമാകുന്നത് UPSC അടക്കം മറികടക്കുന്ന ശമ്പള വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇതിന് മാത്രം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ ചിലപ്പോൾ അവരുടെ രോഷം കൂടി കാണേണ്ടിയും വരും. പ്രജിത്ത്, വിവരങ്ങൾ. വീണ, കുറേ കണക്കുകളുണ്ട്. ആ കണക്കുകളൊക്കെ നോക്കി പറയണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറേ സമയവും വേണ്ടി വരും. കാരണം സംസ്ഥാന ചരിത്രത്തിലോ അല്ലെങ്കിൽ രാജ്യ ചരിത്രത്തിലോ ഇത്രയധികം നിയമനങ്ങൾ നടത്തുന്ന മറ്റൊരു ഏജൻസി ഉണ്ടോ എന്ന് ഈ പറയുന്ന അംഗങ്ങളുടെ എണ്ണമൊക്കെ നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകും. പക്ഷേ IAS IPS തുടങ്ങിയിട്ടുള്ള അത്രയധികം പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള UPSCയെ പോലും നാണിക്കുന്ന തരത്തിലാണ് കേരള PSCയുടെ ഒരു സംഘടനാ ബലവും പിന്നെ അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചെയർമാനും മെമ്പർമാർക്കും അടക്കമുള്ള ശമ്പള വ്യവസ്ഥയും എന്നൊക്കെ പറയുന്നത്. കാരണം ശമ്പളത്തിൻ്റെ കണക്കൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എണ്ണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു പരിധിയുമില്ല വിട്ട കളിയാണ് നടക്കുന്നതെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം. കാരണം സംസ്ഥാനത്ത് ചെയർമാനും മറ്റ് അംഗങ്ങളുമടക്കം 20ഓളം പേരാണ് PSC അംഗങ്ങളായിട്ട് സംസ്ഥാനത്തുള്ളത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് കർണാടക മാത്രമാണ് കേരളത്തിൻ്റെ തൊട്ടടുത്തെങ്കിലും വരുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം 16 അംഗങ്ങളുമായി കർണാടകയുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം PSC അംഗങ്ങൾ കേരളത്തിലും കർണാടകയും കൂടെ കണക്കെടുക്കുമ്പോൾ പോലും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരളത്തിൽ 20, കർണാടകയിൽ 16. മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് ഞാൻ ഒന്ന് പറയാം. കാരണം അടുത്ത് നിൽക്കുന്ന ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ എന്നുള്ളത് 8 PSC അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ചെയർമാൻമാർ അടക്കമുള്ളവരാണ്. അതോടൊപ്പം തന്നെ ചില തസ്തികകൾ മെമ്പർമാരുടെ അടക്കം തസ്തികകൾ ചില സമയത്ത് വേക്കൻ്റായി കിടക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. പിന്നീടുള്ളത് ഗുജറാത്തിലാണ് 7 PSC അംഗങ്ങൾ, ഹരിയാന 6, തെലങ്കാന 6, ഉത്തർപ്രദേശ് 5, ഹിമാചൽ 5, ഉത്തരാഖണ്ഡ് 5. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പോലും അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് PSC നിയമനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പോലും ഓരോ വർഷം കഴിയും തോറും, അതായത് 2020 നടന്ന അത്രയും PSC നിയമനങ്ങൾ ഈ പറയുന്ന 2024, 25 വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഉത്തരം. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തൊരു നിയമന നിരോധനം പോലും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ MD അടക്കമുള്ളവർ, ആ വകുപ്പ് മേധാവി അടക്കമുള്ളവർ തൽക്കാലം ഒഴിവുള്ള തസ്തികകളൊന്നും PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരാകാശ രേഖ ജനൻ TV പുറത്തുവിട്ടത്. അങ്ങനെ സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിൽ നിയമന നിരോധനം നിലനിൽക്കുന്നു. പല റാങ്ക് ലിസ്റ്റുകളിലും 3-1 മാത്രം നിയമനങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഇത്ര വലിയൊരു PSC സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നത്. 20 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരാൾ ചെയർമാൻ അടക്കം 20 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഇത്രയധികം വലിയ സാലറി പാക്കേജിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതെന്നുള്ള കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നതിന് പോലും കാരണമായിരിക്കുന്ന ഈ PSC അംഗങ്ങളുടെ ശമ്പള വർധനവിൻ്റെ കേസ് പോലും നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇത്രയധികം അംഗങ്ങളുടെ ഒരു വർധനവിനെ പറ്റി നമ്മൾ പറയുന്നത്. ഇനി ശമ്പളക്കാര്യത്തിലേക്ക് വരുമ്പോഴും നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് UPSCയെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് കേരള സർക്കാർ PSC അംഗങ്ങൾക്കുള്ള ഈ സാലറി ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു കണക്കിലേക്കൊക്കെ വരുമ്പോൾ കേരളത്തിലെ PSC ചെയർമാൻ്റെ പ്രതിമാസ ശമ്പളം ഇനി 4 ലക്ഷത്തിലധികമായിട്ടാണ് ഇപ്പോൾ ഉയരുന്നത്. അംഗങ്ങൾക്കും ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ ലഭിക്കും. അതേസമയം UPSC ചെയർമാൻ്റെ ശമ്പളം എന്ന് പറയുന്നത് അലവൻസുകൾ കൂട്ടിയാൽ പോലും 3.5 ലക്ഷം മാത്രമാണ്.
അതോടൊപ്പം അംഗങ്ങൾക്കാവട്ടെ 3.25 അതായത് 3.25 ലക്ഷത്തോളം മാത്രമാണ് ശമ്പളവും അലവൻസും കൂട്ടുമ്പോൾ വരുന്നത്. അതായത് ഇത്രയധികം നിയമനങ്ങൾ നടത്തുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും പ്രധാനപ്പെട്ട റെയിൽവേ അടക്കമുള്ള ഏജൻസികളിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അടക്കം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പുകളടക്കം നടത്തുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസിയുടെ അംഗങ്ങൾക്ക് പോലും കേരളത്തിലെ PSC ചെയർമാനേക്കാളും കേരളത്തിലെ PSC അംഗങ്ങളെക്കാളും വളരെ കുറഞ്ഞ സാലറിയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരു തരത്തിൽ നാണക്കേടാണിത്. കാരണം കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തെ PSC അംഗങ്ങൾക്കും ചെയർമാനും ഒക്കെ ഇത്രയധികം ശമ്പളം വാരിക്കോരി നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ മാത്രം വളരെ കുറഞ്ഞ ശമ്പളമാണ് അവർക്കൊക്കെ നൽകുന്നത് എന്നുള്ളതൊരു കഷ്ടമാണ്. അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്ന് അറിയില്ല. എന്തായാലും സംസ്ഥാന PSCക്ക് ഇത്രയധികം ശമ്പളം വാരി കൊടുക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അംഗങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടാൽ പോലും നിലവിൽ UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 7 അംഗങ്ങൾ മാത്രമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുള്ളത്. അതേസമയം കേരളത്തിൻ്റെ ഔദ്യോഗിക PSC വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം 20 അംഗങ്ങളും PSCക്കുണ്ട്. അങ്ങനെ ഇതിൽ തന്നെ 14ഓളം അംഗങ്ങൾ CPMൻ്റെയാണ്. ബാക്കി 6 പേരെന്ന് പറയുന്നത് അത് ഘടകകക്ഷികൾക്കും വീതിച്ച് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയധികം അംഗങ്ങളെ വെച്ചുകൊണ്ടാണ് PSC പ്രവർത്തിക്കുന്നത്. എന്നിട്ടും സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ നിയമന നിരോധനമടക്കം നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. വീണ. ഓക്കെ, ശരി പ്രജിത്ത്. കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ഇന്നാണ്. VC-ക്കെതിരെ SFI ക്യാമ്പസിൽ സമരം നടത്തിയതിനാൽ ജനുവരിയിൽ തീരുമാനിച്ചിരുന്ന യോഗം മാറ്റിവെക്കുകയായിരുന്നു. VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സർവകലാശാല യൂണിയൻ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് കാണിച്ചായിരുന്നു സമരം. സർക്കാരിന്റെ UGC വിരുദ്ധ കോൺഫറൻസിലേക്ക് VC പോയിരുന്നില്ല. കണ്ണൂർ തലശ്ശേരിയിൽ ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ. കുട്ടിമാക്കോൽ സ്വദേശി സഹദേവനാണ് അറസ്റ്റിലായത്. പ്രതികളായ മറ്റ് CPM പ്രവർത്തകർ ഒളിവിലാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഈ CPM പ്രവർത്തകരായതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒളിവിൽ തുടരുമോ എന്ന സംശയമാണ് പൊതുജനത്തിനുള്ളത്. വിവരങ്ങൾ എന്താണ്? മിഥുനിലേക്ക് വരാം. കണ്ണൂർ തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഉത്സവത്തിനിടെ ഉണ്ടായ ഒരു സംഘർഷം, ഇതിൽ പോലീസിനെ ആക്രമിച്ചിരുന്നു. CPM പ്രവർത്തകർ തടഞ്ഞുവെച്ച ആളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിമാക്കോൽ സ്വദേശി സഹദേവൻ എന്നയാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷെ മറ്റ് CPM പ്രവർത്തകരെല്ലാം ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിനെ ആക്രമിച്ച കേസാണ്, എന്നിട്ട് കൂടി ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതിൻ്റെ വിവരങ്ങളിലേക്കാണ് പോകേണ്ടത്. എന്തുകൊണ്ട് ഈ ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താനാകുന്നില്ല? ഇവർ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരൊക്കെ സാധാരണ ഒളിവിൽ പോകുമ്പോൾ അവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം, അവർ ഒരു ക്രൈം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒളിവിൽ കഴിയാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ഉത്സവത്തിനിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ് മിഥുൻ. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല, ഒളിവിലാണ് എന്ന് പോലീസ് പറയുന്നത് അതുപോലും സംശയത്തിന് നിഴലിലാണ്. വിവരങ്ങൾ എന്താണ്? തലശ്ശേരി മണോളിക്കാവിൽ പോലീസിനെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ഒരു CPM പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നത്. കുട്ടിമാക്കൂൽ സ്വദേശിയായ സഹദേവനാണ് പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് 70ഓളം പ്രതികളുണ്ട് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. ഇതിൽ 2 പേരെ മാത്രമാണ് ഇതുവരെ പിടികൂടാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഒളിവിലാണ് എന്നൊരു വിവരമാണ് പോലീസ് നൽകുന്നത്. അതേസമയം പോലീസിന് കൃത്യമായ ദൃശ്യങ്ങളടക്കം മുന്നിൽ ഉണ്ടായിട്ട് കൂടി എങ്ങനെയാണ് ബാക്കിയുള്ളവർ ഇങ്ങനെ ഒളിവിലാണ് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഏതായാലും പ്രതികളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അവരെയും പിടികൂടുമെന്നൊരു വാദമാണ് പോലീസ് ഉന്നയിക്കുന്നത്. വീണ. ഓക്കെ, ശരി മിഥുൻ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം പെരുകുന്നുവെന്ന് പാലക്കാട് അതിരൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. സർക്കാർ നിയമനിർമ്മാണം ഭേദഗതി ചെയ്യുകയും ജനങ്ങൾക്കും കാർഷിക വസ്തുക്കൾക്കും സംരക്ഷണം നൽകുകയും വേണം. വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെടുന്ന കാര്യം എന്തുകൊണ്ട് ഫലപ്രദമാകുന്നില്ല എന്നും സർക്കാർ അല്ലാതെ ആരാണ് ഇത് ചെയ്യുകയെന്നും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ചോദിച്ചു. വന്യമൃഗ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരെ മൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലുന്നു. ആനകളുടെ ശല്യം, പുലികളുടെ ശല്യം എല്ലാം ഉണ്ട്. പക്ഷെ അത് ഉത്തരവാദിത്തത്തോടു കൂടി സർക്കാർ നിയമനിർമ്മാണം ഭേദഗതി ചെയ്ത് ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അത് കൊണ്ടുവന്ന് ജനങ്ങളെ സംരക്ഷണം
അതുപോലെ കാർഷിക വസ്തുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമ തന്നെയാണ്. ആരാ പിന്നെ ചെയ്യുക? ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ചെയ്യുക. ഉത്തരവാദിത്തപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനം വഹിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അത് ചെയ്യണം. നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വന്യമൃഗശല്യത്തിന് സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ള കാര്യം. പക്ഷേ അത് എന്തുകൊണ്ടോ അത് ഫലപ്രദമാകുന്നില്ല. പലരും പല സ്ഥലത്തും പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ അത് ഫലപ്രദമായി ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന് വേണ്ട ഒത്താശകൾ ചെയ്യാനോ നിയമനിർമ്മാണം നടത്താനോ ഭേദഗതികൾ വരുത്താനോ ശ്രമിക്കേണ്ടതാണ്. അരുണാലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്തുടനീളം വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആനപ്പേടി, പുലിപ്പേടി എന്നെല്ലാം പറയുന്നത് പോലെ ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ദിവസങ്ങളോളം ഭയന്ന് ജീവിക്കുക, അവരുടെ ഇടയിലുള്ള ആൾക്കാർ ഓരോ ദിവസവും വന്യമൃഗശല്യത്താൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് രൂപത കൂടി ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഈ വന്യജീവി ആക്രമണം സംസ്ഥാനത്തൊട്ടുക്ക് പെരുകുന്ന സാഹചര്യത്തിൽ ഇത് ആക്രമണങ്ങൾ പെരുകുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ നിയമനിർമ്മാണം ഭേദഗതി ചെയ്യണമെന്നുള്ളതാണ് രൂപത അധ്യക്ഷനായ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറയുന്നത്. ജനങ്ങൾക്കും കാർഷിക വസ്തുക്കൾക്കും സംരക്ഷണം നൽകുക എന്നുള്ളതായിരിക്കണം പ്രധാന പരിഗണന. അതിനൊപ്പം തന്നെ ഇത് സർക്കാർ അല്ലാതെ ആരാണ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. വന്യമൃഗശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളത് സഭ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ അതിലൊന്നും കൃത്യമായ നടപടികൾ ഉണ്ടാവാറില്ല. എല്ലാവരും പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ പറയും ഇത്തരത്തിൽ നടപടി സ്വീകരിക്കാമെന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടപടി സ്വീകരിക്കാമെന്നൊക്കെ പറയും. പക്ഷെ ഫലപ്രദമായ ഒരു നടപടി ഇതിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങളും മറ്റുമൊക്കെ പെരുകുന്ന സാഹചര്യത്തിൽ ഫലപ്രദമായ നടപടി എന്നുള്ളതിനെ കുറിച്ച് കാര്യമായി തന്നെ ചിന്തിക്കണം സർക്കാർ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ തോക്ക് ലൈസൻസ് ഉള്ളവരുടെ കുറവ് കോട്ടയം ജില്ലയിൽ പ്രതിസന്ധിയാകുന്നു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കോട്ടയത്ത് മാനദണ്ഡങ്ങൾ കർശനമാണെന്ന് കർഷകർ ആരോപിക്കുന്നു. 2023 ശേഷം ജില്ലാ ഭരണകൂടം വഴി നേരിട്ട് തോക്കുകൾക്ക് ലൈസൻസ് നൽകിയിട്ടില്ല. കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. കൃഷിയപ്പാടെ നശിപ്പിച്ചാണ് അവരുടെ ഭരണം. പെരുവന്താനം, കോരുത്തോട്, വണ്ടൻപതാൽ, കണമല, എരുമേലി, പാമ്പാടി, മുക്കൂട്ടുതറ, പൊന്തൻപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വന്യമൃഗശല്യം രൂക്ഷം. ശല്യം രൂക്ഷമായതോടെ വെടിവെക്കാൻ ഭരണകൂടം പലയിടത്തും ഉത്തരവ് നൽകി. പക്ഷേ ആളെ കിട്ടാനില്ല. ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണം. ലൈസൻസുകൾ നൽകേണ്ട ജില്ലാ ഭരണകൂടം പുതിയ ലൈസൻസുകൾ നൽകുന്നില്ല, പഴയവ പുതുക്കി നൽകാനും തയ്യാറാവുന്നില്ല. മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കോട്ടയം ജില്ലയിൽ മാത്രം നിബന്ധനകൾ കർശനമാക്കുന്നതാണ് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. അംഗീകൃത പരിശീലകന്മാരുടെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിബന്ധന. എന്നാൽ അത്തരത്തിലുള്ള പരിശീലകരുടെ എണ്ണം ചുരുക്കമാണ്. ലൈസൻസ് കൊടുക്കുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാർ ഇതുവരെ ആരംഭിച്ചിട്ട് പോലുമില്ല. ഈ പറയും ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരോട് ഇത്തരത്തിൽ ലൈസൻസ് ഉള്ള ട്രെയിനർമാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാനും ഇവർ തയ്യാറാകുന്നില്ല. ഫലത്തിൽ വന്യജീവികളുടെ ശല്യം വലിയ തോതിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് അതിനെ വേട്ടയാടുക തോക്കുകൊണ്ടാണ് സാധിക്കുകയുള്ളൂ. ആ തോക്കിന് അർഹരായവർക്ക് ലൈസൻസ് കൊടുക്കുന്നതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ച അത് കടുത്ത പ്രതിഷേധാർഹമാണ്. ഇവിടുത്തെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കോട്ടയം ജില്ലയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലൊരു അവഗണന ഉണ്ടാകുന്നത്. കോട്ടയം ജില്ലയിൽ 2023 മുതൽ പുതിയ തോക്ക് ലൈസൻസുകൾ ജില്ലാ ഭരണകൂടം നേരിട്ട് അനുവദിച്ചിട്ടില്ല. പകരം കോടതി വഴിയാണ് പലരും ലൈസൻസ് നേടിയത്. ഇത് ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിയാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തന്ത്രമാണെന്നും കർഷകർ ആരോപിക്കുന്നു. കാട്ടുമൃഗങ്ങളെ വെടിവെക്കാൻ അതാത് പ്രദേശങ്ങൾ പരിചയമുള്ള ആളുകൾ വേണം. കോട്ടയത്തെ ക്ഷാമം മൂലം ഇടുക്കിയിൽ നിന്നാണ് പലരെയും എത്തിക്കാറ്. ഇത് പലപ്പോഴും ദൗത്യങ്ങൾ പരാജയപ്പെടാൻ കാരണമാകുന്നുമുണ്ട്. ജനം, കോട്ടയം. സ്വകാര്യ ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ വഴിയാധാരമായ അമ്മയും മകളും ഹരിപ്പാട് സ്വദേശി ഓമനയെയും മാതാവ് ശകുന്തളയുമാണ് വീട്ടിൽ നിന്നിറക്കി വിട്ടത്. വായ്പ തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ലാത്തതിനാൽ വീടിന് സമീപം ഷീറ്റ് വലിച്ചു കെട്ടിയാണ് ഇപ്പോൾ താമസം. ഹരിപ്പാട് ചെറുതന പറത്തറയിൽ ഓമനയെയും അമ്മ 66 വയസ്സുള്ള ശകുന്തളയെയുമാണ് വീട് ജപ്തി ചെയ്ത് സ്വകാര്യ ബാങ്ക് ഇറക്കിവിട്ടത്. കഴിഞ്ഞ ഒരു മാസമായി ഇവർ ഈ വീടിനോട് ചേർന്ന ചായ്പിലാണ് താമസം. 5 വർഷം മുമ്പാണ് ഓമന മഹീന്ദ്ര ബാങ്കിന്റെ കായംകുളം ശാഖയിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പയായി എടുത്തത്. 80,000 രൂപ വരെ കൃത്യമായി തിരിച്ചടച്ചു. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ജോലി ഇല്ലാതായതോടെ ലോൺ അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ ഓമന രോഗബാധിതയുമായി.
രണ്ടാഴ്ചയോളം എനിക്ക് ഞാൻ നടക്കത്തുമില്ല, കൈ കൊണ്ടൊരു ഭാഗം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോയത്. എൻ്റെ ഒറ്റ ഒരു വരുമാനം കൊണ്ട് അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നം, ഷുഗർ, കൊളസ്ട്രോളും, കാലിൻ്റെ എല്ലാത്തിനും മരുന്ന് വേണം. ഒരു മാസത്തിലൊരു 12,500 വേണം. വീട് ജപ്തി ചെയ്തതോടെ ഓമനയും അമ്മ ശകുന്തളയും വീടിന് സമീപം ഷീറ്റ് വലിച്ചു കെട്ടിയാണ് താമസിക്കുന്നത്. രോഗിയായ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും ഓമനയ്ക്ക് കഴിയുന്നില്ല. ജപ്തി ചെയ്ത വീട് എങ്ങനെയും തിരിച്ചെടുക്കണം. അതിന് 3,36,000 രൂപയാണ് ബാങ്കിൽ അടയ്ക്കേണ്ടത്. പക്ഷേ അത് ഓമനയെ കൊണ്ട് കഴിയില്ല. അതിനായി സുമനസുകളുടെ സഹായം തേടുകയാണിവർ. ഞങ്ങളുടെ ആവശ്യം ഈ വീട് തുറന്ന് തരാനുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും സഹായിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുക. എന്നും അമ്മയും ഞാനും മഞ്ഞത്ത് കിടക്കാൻ എന്നെക്കൊണ്ട് ഇത്രയും പൈസ അടച്ച് ക്ലോസ് ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് മാർഗമില്ല. അതുകൊണ്ടാണ് വീടിനോട് ചേർന്നുള്ള ചായ്പിൽ നിന്നും ഉടൻ ഇറങ്ങണമെന്നാണ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തുള്ള ബന്ധുക്കളുടെ സഹായത്തിലാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം. ജനം, ആലപ്പുഴ. അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാരം ഞായറാഴ്ച നടക്കും. ഇന്ന് രാവിലെ 9-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം CPM നേതാക്കൾ ഏറ്റുവാങ്ങും. പകൽ 12-ന് CPM കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും 2:30-ന് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 12-ന് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഏതാനും മാസമായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വെള്ളിയാഴ്ച ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. സ്റ്റാർട്ടപ്പുകൾക്കെതിരെ മുഖം തിരിച്ച് പിണറായി സർക്കാർ. കഴിഞ്ഞ ഒരു വർഷം സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് വായ്പയായി നൽകിയത് 22 കോടി രൂപ മാത്രമാണ്. 114 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് 22 കോടി രൂപ വായ്പയായി അനുവദിച്ചത്. രേഖകൾ ജനം ടിവിക്ക്. വീണ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെ ലേഖനം പോലും വിവാദമായത് കേരളത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ് മേഖലയിലെല്ലാം കേരളം മികവ് പുലർത്തുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പ്രതിപാദിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള കണക്കുകളും രേഖകളും ഒക്കെയാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് വരുന്നത്. കാരണം സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും കേരള സർക്കാർ നൽകുന്നില്ല എന്നൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വരേണ്ടത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ബജറ്റിൻ്റെ ഒരു ചിത്രം നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ ചർച്ച ചെയ്തിരുന്നത് ഈ കേരള സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പുകൾ വളരെയധികം മികച്ചതാണ് എന്ന് ശശി തരൂർ ഉൾപ്പെടെ പറയുന്നൊരു സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ അതിന് പിന്നാലെ വരുന്നു. അപ്പോഴും ചില ആരോപണങ്ങൾ വന്നത് ഇത് യാതൊരു മാനദണ്ഡത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ രേഖകൾ സൂചിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ് എന്നുള്ള ചില ആരോപണങ്ങൾ വന്നിരുന്നു. അത് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ചില കണക്കുകൾ അല്ലെങ്കിൽ രേഖകളാണ് ഇപ്പോൾ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചാണ് ഈ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നു അല്ലെങ്കിൽ വായ്പകൾ അനുവദിക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലായി പറയുന്നത്. ഈ കൊട്ടിഘോഷണം ഒപ്പം തന്നെ ഈ ഒരു പരസ്യങ്ങളൊക്കെ വെറും വെബ്സൈറ്റുകളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ലഭിച്ച വിവരാവകാശ പ്രകാരമുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് 62,000 വ്യവസായങ്ങൾ ആരംഭിച്ചതായാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഇതിൽ 58,000 കോടി രൂപയുടെ നിക്ഷേപം വന്നതായി മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായി പല പ്രസംഗത്തിലും ഉടനീളം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് വാതോരാതെ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നമ്മൾ വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇതുവരെ 22 ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പുകൾക്കായി സംസ്ഥാന സർക്കാർ വായ്പ അനുവദിച്ചിരിക്കുന്നത് 22.58 കോടി രൂപ മാത്രമാണ്. ഇത് പരിശോധിക്കുമ്പോഴാണ് സർക്കാരിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുന്നത്. കാരണം സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം 114 സ്ഥാപനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ഇതുവരെയും വായ്പ അനുവദിച്ചിട്ടുള്ളത്. ഈ 114
114 സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായി മൊത്തത്തിൽ നൽകിയിരിക്കുന്നത് 22.58 കോടി രൂപ മാത്രം എന്ന് പറയുമ്പോഴാണ് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിക്കുന്നതെല്ലാം തന്നെ അത് പൊള്ളയായ തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ്. സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ ഈ സൈറ്റുകളിലൊക്കെ നമ്മൾ കയറി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 58,000 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റുകൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ മാത്രമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനൻ ടിവി പുറത്തുവിടുന്നത്. വിവരാവകാശ പ്രകാരം ലഭിച്ച വിവരങ്ങളിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലഘട്ടത്തിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പുകൾക്കായി നൽകിയിരിക്കുന്ന വായ്പ എന്ന് പറയുന്നത് 22.58 കോടി രൂപ മാത്രമാണ്. വെറും 114 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇതുവരെയും ഇത്തരത്തിൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വായ്പ അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ കൊട്ടിഘോഷിക്കുന്നതെല്ലാം തന്നെ അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ്. ആ വാഗ്ദാനങ്ങളിലൂടെ മാത്രമാണ് സംസ്ഥാന സർക്കാർ കടക്കുന്നത് എന്നതാണ് നമുക്ക് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ MP രംഗത്തെത്തിയത്. അദ്ദേഹം തന്നെ കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത്, ഏറ്റവും അവസാന മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത്തരത്തിലാണ്. താൻ സർക്കാരിന്റെ വെബ്സൈറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് തനിക്ക് ഈ വിവരങ്ങൾ ലഭിച്ചത്. ആ വെബ്സൈറ്റുകളിലെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ സ്റ്റാർട്ടപ്പുകളെ ഉയർത്താനായി സംസ്ഥാന സർക്കാർ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തന്റെ ലേഖനമെന്ന് ശശി തരൂർ പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസിനുള്ളിലും CPM-നുള്ളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ, സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിവരാവകാശ രേഖ പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിവരാവകാശ രേഖയിലാണ് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലഘട്ടത്തിൽ ഇതുവരെ 22.58 കോടി രൂപ മാത്രം 114 സ്റ്റാർട്ടപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ വായ്പയായി അനുവദിച്ചിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വിവരാവകാശ രേഖയായി തന്നെ, സർക്കാരിന്റെ ഔദ്യോഗിക രേഖയായി തന്നെ പുറത്തു വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ദേവിക. ശരി വിനീഷ്. ഈ ബ്രത്ത് അനലൈസർ പരിശോധന കടുപ്പിച്ചതിന് പിന്നിൽ കമ്മീഷൻ തട്ടാനുള്ള നീക്കം എന്നാണ് ആരോപണം. KSRTC കഴിഞ്ഞ ദിവസം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ പോയി ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നുള്ളതാണ്. ഈ ഡിപ്പോ ഒന്നിന് 2 അനലൈസുകൾ വാങ്ങിയതിലാണ് ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. ജോലി തിരക്കുള്ള സ്റ്റേഷൻ മാസ്റ്റർ എങ്ങനെ എല്ലാ ജീവനക്കാരെയും പരിശോധിക്കുമെന്നും ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രജിത് മോഹനൻ തുടരുന്നുണ്ട്. പ്രജിത്ത്, ഈ കഴിഞ്ഞ ദിവസം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ തുടക്കത്തിൽ ജോലി തുടങ്ങുമ്പോൾ പോയി ഇത് പരിശോധിക്കുക എന്നുള്ളതാണ്. പിന്നീട് അവർ ഒരു പരിശോധനയ്ക്ക് വിധേയമാകുന്നില്ല. അത് തന്നെ ഒരു വലിയ ആക്ഷേപമായി നിലനിന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. പ്രജിത്ത്. അങ്ങനെ തന്നെയാണ്. കാരണം ഈ KSRTC-യിൽ മദ്യപിക്കുന്ന ജീവനക്കാരെ പിടികൂടാനെന്ന പേരിലാണ് ഈ ബ്രത്ത് അനലൈസർ പരിശോധന വ്യാപകമാക്കാനുള്ള ഒരു തീരുമാനം കൊണ്ടുവന്നത്. അത് കൂടുതൽ കർശനമാക്കുമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ ഡിപ്പോകളിൽ 2 വീതം ബ്രത്ത് അനലൈസർ യൂണിറ്റുകൾ വാങ്ങി നൽകുമെന്നും ഉള്ള നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പക്ഷേ ജീവനക്കാരുടെ സംഘടനകളടക്കം വലിയ വിമർശനമാണ് അല്ലെങ്കിൽ വലിയ പരിഹാസമാണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ എന്തിനാണ് 2 യൂണിറ്റുകൾ ഒരു ഡിപ്പോയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അവർ ആദ്യമായി ചോദിക്കുന്നത്. അതിനവർ കാരണമായി പറയുന്നത് ഈ ബ്രത്ത് അനലൈസർ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ അതിന് ലക്ഷങ്ങൾ ചെലവ് വരും, അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാനുള്ള നീക്കമാണ് KSRTC-യിലെ ഉന്നതന്മാർ നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ ഇൻസ്പെക്ടർമാർ നടത്തിവന്ന KSRTC-യിലെ ഇൻസ്പെക്ടർമാർ നടത്തിവന്ന പരിശോധന, അതും തിരഞ്ഞെടുത്ത യൂണിറ്റുകളിൽ നടത്തിവന്ന മിന്നൽ പരിശോധന, ആ പരിശോധന ഇനി മുതൽ സ്റ്റേഷൻ മാസ്റ്റർ ആളുകൾ, അങ്ങനെ ആ തസ്തികയിലിരിക്കുന്ന ആളുകൾ നിർവഹിക്കണം എന്നുള്ളതാണ് KSRTC നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർമാരാകട്ടെ ഡിപ്പോകളിൽ പിടിപ്പത് പണിയുള്ളവരാണ്. അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതടക്കമുള്ള ഒരുപാട് ജോലികൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഇവർ ഈ പരിശോധനകൾക്കും നേതൃത്വം നൽകണമെന്ന് പറയുമ്പോൾ അത് പരിശോധനകൾ പ്രഹസനമാക്കാനുള്ളൊരു നീക്കം മാത്രമാണ് എന്നുള്ളതാണ് ഈ സംഘടനകളെല്ലാം ഉയർത്തുന്ന വിമർശനം എന്ന് പറയുന്നത്. അത് പരിശോധനകൾ പൂർണ്ണമായും നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ ബ്രത്ത് അനലൈസറുകളുടെ ഉപയോഗം പോലും പലപ്പോഴും ഉണ്ടാകില്ല എന്നുള്ളതും ഈ ജീവനക്കാരെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ ജീവനക്കാർ ഇപ്പോൾ ഓഫീസിലെത്തി സ്റ്റേഷൻ മാസ്റ്ററുടെ മുന്നിലെത്തി പരിശോധനയ്ക്ക് തയ്യാറായാൽ തന്നെ അതിനുശേഷം
ശേഷം പോയി 2 അടിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ജീവനക്കാർ പോലും ഉണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷം പോയി അടിക്കാമല്ലോ എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും അങ്ങനെ നേരത്തെ ജീവനക്കാർക്ക് ഒരു ഭയമുണ്ടായിരുന്നു, ഈ മിന്നൽ പരിശോധനകൾ വന്നാൽ പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ അത്തരമൊരു മിന്നൽ പരിശോധന ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ പരിശോധന എപ്പോഴാണ് കൃത്യം എന്നുള്ളത് കാര്യം കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മദ്യപിക്കുന്ന ജീവനക്കാർ പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതും ഈ നിലവിലുള്ള നിർദ്ദേശങ്ങൾക്കുള്ള വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഡിപ്പോയ്ക്ക് 2 ബ്രത്തലൈസർ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ ചെലവ് വരുന്ന ലക്ഷങ്ങൾ, അതിൻ്റെ സർവീസിനടക്കം പിന്നെയും വേണ്ടി വരുന്ന 10,000-ങ്ങൾ, ഇതിൽ നിന്നെല്ലാം KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മറ്റ് രാഷ്ട്രീയക്കാർക്കും അടക്കമുള്ള ആളുകൾക്ക്, സംഘടനകൾക്കും അല്ലെങ്കിൽ ചില സംഘടനകൾക്കും അടക്കമുള്ള നേതാക്കൾക്കടക്കമുള്ള ആളുകൾക്ക് വലിയ കമ്മീഷൻ ലഭിക്കുമെന്നുള്ള വിമർശനവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വീണ. ഓക്കെ, ശരി പ്രജിത്ത്. സംസ്ഥാനത്ത് മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിലെ കുറവ് പരിഹരിക്കാനാകാതെ ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ വർഷം 11 അവയവദാനം മാത്രമാണ് കേരളത്തിൽ നടന്നത്. ഈ വർഷം ഇതുവരെയും വിരലിലെണ്ണാവുന്ന അവയവദാനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, ഇപ്പോൾ മരണാനന്തര അവയവദാനത്തിലെ കുറവ് പരിഹരിക്കാനാകുന്നില്ല ആരോഗ്യവകുപ്പിനെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് പരിഹരിക്കാനായി എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, ആ വാർത്തയിലേക്ക് എത്താം. NCP സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. കുട്ടനാട് MLA തോമസ് കെ തോമസിനാണ് കൂടുതൽ സാധ്യത. മുന്നണി യോഗത്തിൽ അടക്കം പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള നീക്കം. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ നേതാക്കളുമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ചർച്ച നടത്തിയിരുന്നു. അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ടല്ലേ? ദേവിക, കേരളത്തിൽ NCP ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും നാഷണൽ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ വലിയൊരു പാർട്ടിയാണ്. മഹാരാഷ്ട്രയിൽ NDA ഘടകത്തിനൊപ്പമാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ LDF-നൊപ്പമാണ് NCP നിൽക്കുന്നത്. ഓരോ സംസ്ഥാനത്തും NCP വിവിധങ്ങളായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നു എങ്കിൽ പോലും കേരളത്തിൽ NCP-യെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് പീതാംബരം മാസ്റ്ററുടെ കാലം മുതൽ തന്നെ ഇങ്ങോട്ട് വലിയ തർക്കങ്ങൾക്ക് NCP സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായിരുന്ന PC ചാക്കോ പാർട്ടി വിട്ട് NCP-യിലേക്ക് എത്തുന്നു. പിന്നീട് NCP-യുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്ന നാൾ മുതൽ തന്നെ നിലവിലെ മന്ത്രിയായ NK ശശീന്ദ്രനുമായി വലിയ രീതിയിലുള്ള വലിയ തർക്കങ്ങൾക്ക് രൂക്ഷമായ ഒരു പാനപാത്രമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കമൊക്കെ തന്നെ PC ചാക്കോ നടത്തിയിരുന്നു. പക്ഷേ അത് പാളിപ്പോവുകയും PC ചാക്കോ ഈ തോമസ് കെ തോമസ് തന്നെ ഈ PC ചാക്കോയുടെ വിഭാഗം വിട്ട് ശശീന്ദ്രൻ്റെ വിഭാഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് PC ചാക്കോ NCP-യുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മന്ത്രിയെ മാറ്റി, അതായത് 2 MLA-മാരാണ് നിലവിൽ NCP-ക്കുള്ളത്. അതൊന്ന് ഏലത്തൂർ MLA ആയ AK ശശീന്ദ്രനും കുട്ടനാട് MLA ആയ തോമസ് കെ തോമസുമാണ് നിലവിലെ 2 നിയമസഭാ സാമാജികർ. അതിൽ ഒരു മന്ത്രിസ്ഥാനം LDF-ൽ കൊടുത്തിട്ടുമുണ്ട് NCP-ക്ക്. അത് 2.5 വർഷം കഴിയുമ്പോൾ മാറണമെന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു NCP-യുടെ ദേശീയ തലത്തിൽ തന്നെ എടുത്തൊരു തീരുമാനമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും മന്ത്രിയെ മാറ്റാൻ തയ്യാറാവാതെ വന്നതിനെ തുടർന്നാണ് ഇത്രയും വലിയ തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കുക എന്നുള്ള ഒരു സമവാക്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ആഴ്ച തന്നെ NCP-യുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. കാരണം തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ സംസ്ഥാന അധ്യക്ഷനെ മന്ത്രിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് മന്ത്രി മാറ്റത്തിൽ നിന്നും തോമസ് കെ തോമസിനെ മാറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് ശശീന്ദ്ര വിഭാഗം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് MLA കൂടിയായ
തോമസ് കെ തോമസിനെ തന്നെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നതാണ്. പക്ഷേ എന്നാൽ PC ചാക്കോ വിഭാഗം ആവശ്യപ്പെടുന്നത് KP സുരേഷ് ബാബുവിനെ, കോഴിക്കോട്ട് നിന്നുള്ള KP സുരേഷ് ബാബുവിനെ, PM സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇവരുമായി എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈയിൽ വെച്ച് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ ഒരു സമവാക്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ഐക്യകണ്ഠേന അല്ലെങ്കിൽ പോലും ഒരു സമവാക്യത്തിലൂടെയെങ്കിലും വരും ദിവസങ്ങളിൽ NCPയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് തോമസ് കെ തോമസിന് തന്നെയാണ്. കാരണം പാർട്ടിയുടെ സീനിയാരിറ്റിയുണ്ട്, വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പരിചയമുണ്ട്. പാർട്ടി കേഡർ എന്ന നിലക്കൊക്കെ തന്നെ NCP എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാനൊരു സാധ്യതയുണ്ട്. സുരേഷ് ബാബുവിനെ പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് ഈ ഇടയ്ക്കാണ് KPCC സെക്രട്ടറി ആയിരുന്ന സുരേഷ് ബാബു കോൺഗ്രസുമായി പിണങ്ങി NCPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സുരേഷ് ബാബുവിനും അപ്പുറത്ത് തോമസ് കെ തോമസിന് തന്നെയാണ് സാധ്യത നിലനിൽക്കുന്നത്. അല്ലാതെ ഇനി എന്തെങ്കിലും ഒരു അട്ടിമറി നടത്തി മൂന്നാമതൊരാൾ വരുമോ എന്നുള്ളൊരു കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും NCPയെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ രണ്ട് പ്രതിനിധികളാണ് എപ്പോഴും NCPയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. ഒന്ന് സംസ്ഥാന അധ്യക്ഷനും മറ്റൊന്ന് മന്ത്രിയുമാണ് സ്ഥിരമായി ഈ LDFിൻ്റെ ഘടകകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ കൂടി ഉണ്ടായിരുന്നാൽ മാത്രമേ വരാനിരിക്കുന്ന LDF യോഗത്തിൽ അടക്കം പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ആശങ്കയാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഇത് ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അതിവേഗം സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് NCP പോകുന്നത്. ദേവിക, ശരി, അഖിൽ പാലൂർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിലെ കുറവ് പരിഹരിക്കാനാകാതെ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ വർഷം 11 അവയവദാനം മാത്രമാണ് കേരളത്തിൽ നടന്നത്. ഈ വർഷം ഇതുവരെയും വിരലിലെണ്ണാവുന്ന അവയവദാനങ്ങൾ മാത്രമാണ് നടന്നത്. രശ്മി കാർത്തിക വിവരങ്ങൾ വായിച്ചിരുന്നു. രശ്മി, അത് എന്തുകൊണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടോ? പഠനങ്ങൾ നടക്കുന്നുണ്ടോ? അവയവദാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുറവാണ് നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മരണാനന്തര അവയവദാനത്തിൽ പ്രത്യേക പ്രോട്ടോകോളും SOP ഒക്കെ തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പക്ഷേ നിലവിൽ ഇത്തരത്തിൽ കേസ് ഓട്ടോയിൽ ഉൾപ്പെടെ അവയവത്തിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് 3000-ലധികം പേരാണെന്നുള്ളതാണ് പുതിയ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 11 അവയവദാനം മാത്രമാണ് നടന്നിട്ടുള്ളത്. വെറും 11 അവയവദാനം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ വർഷം ഇതുവരെയും അത്തരത്തിൽ അവയവദാനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് 3000-ഓളം പേർ കാത്തിരിക്കുന്നു. ഇതിൽ 54 പേർ പുരുഷന്മാരാണ്, 26 സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട്. 80 പേരാണ് ഹൃദയത്തിനായി അവയവദാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. വൃക്ക കാത്ത് 1477 പേരാണ് കാത്തിരിക്കുന്നത്. ഇതിൽ 581 പേർ സ്ത്രീകളാണ്. ആകെ 2058 പേർ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം കരൾ മാറ്റിവെക്കലിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 345 പേരാണ്. 345 പുരുഷന്മാരാണ്. ഇതിൽ 47 സ്ത്രീകളുണ്ട്. ആകെ 392 പേർ കാത്തിരിക്കുന്നു. ശ്വാസകോശത്തിനായി ഒരാളും അതോടൊപ്പം തന്നെ പാൻക്രിയാസിനായി 2 പേരും ചെറുകുടൽ കാത്ത് 3 പുരുഷന്മാരും കാത്തിരിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്ത് 19 പുരുഷന്മാരും 4 സ്ത്രീകളും. ഇത്തരത്തിൽ 3000-ഓളം പേരാണ് കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് അവയവദാനത്തിനായി കാത്തിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അവയവദാനം ഇത്തരത്തിൽ കുറയാൻ കാരണം എന്നുള്ളതാണ്. പൊതുജന പങ്കാളിത്തത്തിനപ്പുറം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിൽ ഡോക്ടർമാർക്കിടയിലും വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ മുൻ വർഷങ്ങളിലൊക്കെ ഈ അവയവദാനത്തിൽ വലിയ രീതിയിൽ കുറച്ചെങ്കിലും അത് മുന്നിൽ നിന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം 11 കുറഞ്ഞു. ഈ വർഷം ഇതുവരെയും അവയവദാനങ്ങൾ ഒന്നും തന്നെ നടക്കാത്തൊരു സാഹചര്യമാണ്. ഇതിനെതിരെ കൃത്യമായ ബോധവൽക്കരണം ഉൾപ്പെടെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഓരോ ജീവനും ഇത്തരത്തിൽ നിലനിർത്തേണ്ടത് വലിയ ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്നവർ അവയവദാനം നൽകുകയാണെങ്കിൽ അതുവഴി മറ്റൊരാൾക്കാണ് ജീവൻ ലഭിക്കുക, അതുവഴി മറ്റൊരാൾ ജീവിക്കും. അത് വളരെ കാരുണ്യത്തോടുകൂടി നേരത്തെ മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത് വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം വെറും 11, ഈ വർഷം ഇതുവരെയും അത്തരത്തിൽ അവയവദാനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. 3000-ലധികം പേർ കാത്തിരിക്കുന്നു എന്നുള്ളത് ഏറെ വേദനയുള്ള കാര്യമാണ്. ഇതിൽ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തുന്നതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ വീഴ്ചയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ, ഓക്കെ, ശരി രശ്മി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. മരുന്നുകൾ കിട്ടാത്തതിനെ തുടർന്ന് രോഗികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി. ജനം ഇംപാക്ട്
വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, നമ്മൾ ജനം TV തന്നെ കൊടുത്ത വാർത്തയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികൾ അനുഭവിക്കുന്ന ദുരിതവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. മറ്റ് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇതിനോടകം ഉണ്ടായിട്ടുള്ളത്? ദേവിക, തീർച്ചയായും ജനം ടിവിയിലൂടെയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഡയാലിസിസിനായി എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മറ്റ് മരുന്നുകളൊക്കെ തന്നെയും പുറമേ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലായിരുന്നു. ആ രോഗികളുടെ ദുരിതമടക്കം ജനം ടിവി വാർത്ത നൽകിയിരുന്നു. കൂടാതെ തന്നെ അവരുടെ ഒരു പ്രതിഷേധവും ഈ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോഴാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അടുത്ത മാസം ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് ആവശ്യപ്പെടുമ്പോഴും മരുന്ന് വിതരണ കമ്പനിക്കാർക്ക് കൊടുക്കുവാനുള്ള 90 കോടിയിലധികം രൂപ കുടിശ്ശിക നൽകാത്തതിനെ അടക്കം വലിയ രീതിയിലുള്ള സമരവുമായി ജനങ്ങൾ രംഗത്ത് വന്നിരുന്നു. തീർച്ചയായും ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ആ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആളുകൾക്ക് ന്യായമായ വിലയിൽ മരുന്നുകൾ ലഭ്യമാവുന്നില്ല എന്നതാണ്. ഈ ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയയ്ക്ക്, ഈ ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകൾ പുറമേ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതിനെതിരെയാണ് അവിടുത്തെ ആളുകൾ, അതായത് ഡയാലിസിസിന് എത്തുന്ന ആളുകളും കൂട്ടിരിപ്പുകാരും ചേർന്ന് ഇത്തരത്തിൽ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് പരിശോധിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനം ടിവി നിരവധി തവണ ഈ വാർത്ത ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ ഉൾപ്പെടെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഉടനടി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നൊരു വാക്കു മാത്രമാണ് ആരോഗ്യമന്ത്രി നൽകുന്നത്. ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ഡയാലിസിസിന് ഉൾപ്പെടെയുള്ള മരുന്നുകൾ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ വളരെ ശോചനീയമാണ് എന്ന് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. ഉടനടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അടുത്ത മാസം കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ ഇത് പരിഗണിക്കുമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ദേവിക, ശരി. രഞ്ജി ട്രോഫി കേരളത്തിന് വലിയ ഒരു നേട്ടം ആണ്, ചരിത്ര നേട്ടമാണ് രഞ്ജി ട്രോഫിയിൽ കേരളം നേടിയിരിക്കുന്നത്. ഗുജറാത്തിനെതിരെ 2 റൺസിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്, നിർണായക ലീഡാണ് കേരളം നേടിയത്. ഫൈനലിലേക്ക് മുന്നേറിയത്. രഞ്ജി ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേരളം ഫൈനലിലെത്തുന്നത്. കേരളത്തിന് ആദ്യ ഇന്നിംഗ്സ് സ്കോറായ 457-നെതിരെ 455 റൺസ് ഗുജറാത്ത് ഓൾ ഔട്ട് ആവുകയായിരുന്നു. നിഖിൽ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വിവരങ്ങൾ? വീണ, രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി 74 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കേരളം ആ ഒരു ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് 2 റൺസിൻ്റെ ആ ഒരു ഒന്നാം ഇന്നിങ്സ് ലീഡ്, ആ ഒരു ലീഡിൻ്റെ പിൻബലത്തോടുകൂടി കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫൈനലിൽ വിദർഭയാണ്, ശക്തരായ അല്ലെങ്കിൽ കരുത്തരായ വിദർഭയാണ് ഫൈനലിൽ കേരളത്തിൻ്റെ എതിരാളികൾ. കേരളം നേരിടേണ്ടത് വിദർഭയാണ്, അതായത് മുംബൈയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് എത്തിയ വിദർഭയാണ് ഫൈനലിൽ കേരളത്തിൻ്റെ എതിരാളികളായി എത്തുക. വിദർഭയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മുംബൈയെ, കരുത്തരായ മുംബൈയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മുംബൈയെ സംബന്ധിച്ച് മുംബൈയിൽ ഇന്ത്യൻ താരങ്ങളായ സൂര്യകുമാർ യാദവും അജിങ്ക്യ രഹാനെയും ശിവം ദുബെയും അടക്കമുള്ള ഇന്ത്യൻ താരങ്ങൾ, അന്താരാഷ്ട്ര മത്സരം കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ അടക്കം അവരെ അടക്കമുള്ള ആ ഒരു ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിദർഭ ഫൈനലിലേക്ക് വരുന്നത്. ആ ഒരു വിദർഭയാണ് ഫൈനൽ എന്തായാലും കേരളത്തിൻ്റെ എതിരാളികളായി വരുന്നത്. ഈ വരുന്ന 26-ാം തീയതി മുതൽ മാർച്ച് 2-ാം തീയതി വരെയാണ് ഈ ഒരു ഫൈനൽ മത്സരം നടക്കുക. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്റ്റേഡിയമായിട്ടുള്ള ജാംതയിൽ, നാഗ്പൂരിലെ ജാംതയിലുള്ള വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ആണ് മത്സരം നടക്കുക. 26-ാം തീയതി മുതൽ 2-ാം തീയതി വരെയാണ് മത്സരം നടക്കുന്നത്. കേരള ടീമുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുള്ളത്, ഇന്നലെ ഒരു സൽമാൻ നിസാറിന് ചെറിയൊരു പരിക്ക് ഏറ്റിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു പരിക്ക് ഏറ്റിരുന്നു. പരിക്കിൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല എന്നും പറയുന്നുണ്ട്. കാരണം പരിക്ക് അദ്ദേഹത്തിന് ഹെൽമെറ്റിൽ ഇന്നലെ പന്ത് തട്ടിയിരുന്നു. ആ ഹെൽമെറ്റിൽ പന്ത് തട്ടിയതിന് ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല. അദ്ദേഹം അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഉണ്ടാകും എന്നും ടീമുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എന്തായാലും അറിയിക്കുന്നുണ്ട്. വീണ, ഓക്കെ, ശരി നിഖിൽ.
മഹാരാഷ്ട്രയിൽ ഭവന ജിഹാദ് എന്ന ശിവസേന നേതാവിന്റെ പരാതി. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായ ചില ബിൽഡർമാർ ഹിന്ദുക്കൾക്ക് വീടുകൾ അകാരണമായി നിഷേധിക്കുന്നതായി കാട്ടി മഹാരാഷ്ട്ര പാർപ്പിട മന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കും ചേരി പുനരധിവാസ അതോറിറ്റിക്കും ശിവസേന നേതാവ് സഞ്ജയ് നിരുപം പരാതി നൽകി. ചേരികളിൽ താമസിക്കുന്നവരെ പുതിയ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഉതകുന്ന പദ്ധതികൾ ചേരി പുനരധിവാസ അതോറിറ്റി നടപ്പാക്കുന്നത് സ്വകാര്യ ബിൽഡർമാർ വഴിയാണ്. തീവ്ര മുസ്ലിം ആശയങ്ങൾ പിന്തുടരുന്ന സ്വകാര്യ ബിൽഡർമാർ ചേരി നിർമ്മാർജ്ജന അതോറിറ്റി വഴി ഹിന്ദുക്കൾ നൽകുന്ന അപേക്ഷ അകാരണമായി നിരസിക്കുന്നതായി ശിവസേന നേതാവ് സഞ്ജയ് നിരുപം മഹാരാഷ്ട്ര പാർപ്പിട മന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കും ചേരി പുനരധിവാസ അതോറിറ്റിക്കും പരാതി നൽകി. പ്രത്യേക ഭാഗങ്ങളിൽ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം കുറച്ച് മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. മുംബൈയിൽ പല ഭാഗങ്ങളിലായി ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങൾ നടക്കുന്നതായി परादी। मुंबई में मुस्लिम बिल्डरों की तरफ से झोपड़पट्टियों के पुनर्विकास के नाम पर बड़े पैमाने पर हाउसिंग जिहाद का प्रकरण चलाया जा रहा है। हाउसिंग जिहाद का मतलब हुआ कि जहां पर हिंदू लोग जिस सोसाइटी में मेजॉरिटी में हैं वहां पर वो फर्जी तरीके से जो स्ट्रक्चर एग्जिस्ट नहीं करते उनको कागजों पे दिखा दिखा के वो पूरी सोसाइटी को एक बहुत बड़ा बना दे रहे हैं और उन तमाम जो एक फ्रॉडुलेंटली इंक्रीज जो बढ़े हुए जो स्ट्रक्चर्स हैं वो मुस्लिम लोगों को अलॉट कर दे रहे हैं. ഗോവണ്ടി, മാൻഖൂർദ്, കുർള, സാക്കിനാഗ, ബാദ്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭവന ജിഹാദുകൾ കൂടുതലാണെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. കുടുംബത്തിൽ ഒരാൾക്ക് ഫ്ളാറ്റ് നൽകുന്ന പദ്ധതിയാണെങ്കിലും ഒരേ കുടുംബത്തിലെ പലർക്ക് ഫ്ളാറ്റുകൾ വിതരണം ചെയ്യുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അനർഹരായ ഗുണഭോക്താക്കളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നുമാണ് ശിവസേന നേതാവ് സഞ്ജയ് നിരുപം ആവശ്യപ്പെട്ടത്. ജനം, ഡൽഹി. ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ FBI ഡയറക്ടറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഭഗവത്ഗീത ഗ്രന്ഥം സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ. കഴിഞ്ഞ ദിവസമായിരുന്നു കാഷ് പട്ടേലിന്റെ നിയമനം സെനറ്റ് അംഗീകരിച്ചിരുന്നത്. That I take this obligation freely, without any mental reservation or ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാർ കൃത്യമായ ഇടവേളകളിൽ ഓക്സിജൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരുകയാണ്. അതേസമയം പോപ്പ് മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡോക്ടർ ലിയു കാർബോൺ അറിയിച്ചു. ജമേലി ആശുപത്രിയിലാണ് മാർപ്പാപ്പയുടെ ചികിത്സ തുടരുന്നത്. ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, കഴിഞ്ഞ ദിവസം ഒരു ആശ്വാസ വാർത്ത വന്നിരുന്നത് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായി ചികിത്സകൾ നൽകുകയാണ്. അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന വിവരം. പക്ഷേ അദ്ദേഹം ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട് എന്നടക്കം അവർ പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ദേവിക ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കിടക്കയിൽ നിന്ന് എണീറ്റ് വീൽ ചെയറിലിരിക്കുകയും ചെറിയ ദൂരം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വിശദീകരണങ്ങൾ അത്തരത്തിലാണ് വരുന്നത്. സ്വാഭാവികമായും ആരോഗ്യനിലയിൽ കൃത്യമായ പുരോഗതിയുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡോക്ടറെല്ലാം തന്നെ പറയുകയും ചെയ്തു. സ്വകാര്യ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും എല്ലാം തന്നെ അറിയിക്കുന്നത്. ആശങ്കയ്ക്ക് സാഹചര്യമില്ല എങ്കിൽ കൂടി 88 വയസ്സായ വിവിധ രോഗങ്ങൾ അലട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ശ്വാസകോശത്തിൽ ചില ഗൗരവമേറിയ ശസ്ത്രക്രിയകളെല്ലാം തന്നെ നടത്തിയിരുന്നു. അതിന്റെ എല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആശങ്കജനകമായ സാഹചര്യമില്ല എങ്കിൽ കൂടി അപകടനില പൂർണ്ണമായും തരണം ചെയ്തു എന്ന് പറയുക സാധ്യമല്ല. അത് വിവിധ കാരണങ്ങളാലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആന്റിബയോട്ടിക്കുകളുടെ ട്രീറ്റ്മെന്റും അനുബന്ധമായ ഓക്സിജൻ സപ്ലിമെന്റേഷനും രാത്രിയിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഓക്സിജൻ സപ്ലിമെന്റേഷനും വേണ്ടി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 14-ാം തീയതിയാണ് ഗുരുതരമായി 2 ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധയോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ കുറച്ച് ആരോഗ്യ നില വഷളായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതീവ ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ കൂടി പിന്നീട് മാർപ്പാപ്പ വളരെ കൃത്യമായി മരുന്നുകളോട് പ്രതികരിക്കുകയും ആരോഗ്യസ്ഥിതി ചെറിയ തോതിൽ വളരെ നേരിയ തോതിലെങ്കിലും വീണ്ടെടുക്കുകയും ആശങ്കാജനകമായ അവസ്ഥയിൽ നിന്ന് മാറി ഒരു സ്റ്റാൻഡേർഡ് ഫിറ്റ്നസിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ആശങ്ക ഒഴിഞ്ഞു എങ്കിൽ കൂടി അപകടനില തരണം ചെയ്തിട്ടില്ല. ഒരാഴ്ചയിലേറെ ആശുപത്രിയിൽ കഴിയേണ്ടി വരും. കൃത്യമായ നിരീക്ഷണങ്ങൾ വേണ്ടിവരും. ഇതുപോലുള്ള ഓക്സിജൻ സപ്ലിമെന്റേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ നടത്തേണ്ടി വരും എന്നും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ദേവിക. ശരി ഐസൻ.
വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന വടക്കുപുറത്ത് പാട്ട് ചടങ്ങുകൾക്കായി കാൽനാട്ടി. വൈക്കം കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രിമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യ പെരുമയേറിയ ചടങ്ങാണ് 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ട്. ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി 12 ദിവസം പാട്ടും പാട്ടുകാലം കൂടുന്ന നാൾ ഗുരുതിയും നടത്തുന്ന ചടങ്ങാണിത്. ഇതിനു മുന്നോടിയായുള്ള കാൽനാട്ട് കർമ്മം വൈക്കം ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് നടന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി TM ശങ്കരൻ നമ്പൂതിരി, വൈക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി, കിഴക്കിനെടുത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. കാൽനാട്ടിനായി കരുതിയ പ്ലാവിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രി പൂജിച്ചു നൽകിയ വാളുമായി വെളിച്ചപ്പാട് 3 പ്രാവശ്യം കുത്തി. നിലം തൊടാതെ മുറിച്ചെടുത്ത മരം ആർപ്പുവിളികളുടെയും കുരവകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭക്തർ തോളിലേറ്റി ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലെത്തിച്ചു. കാൽനാട്ടിയ വൃക്ഷത്തിലേക്ക് കൊടുങ്ങല്ലൂർ തന്ത്രി ശങ്കരൻ നമ്പൂതിരി ദേവീ ചൈതന്യം ആവാഹിച്ചു വരുത്തുന്ന വിശേഷാൽ പൂജകളും നിവേദ്യങ്ങളും നടത്തി. ധ്വജത്തിൽ ശ്രീ കുരുമ്പ എഴുന്നള്ളിയിരിക്കുന്നുവെന്നാണ് വിശ്വാസം. വടക്കുപുറത്ത് പാട്ട് തീരുന്നതുവരെ ഇവിടെ ദീപം തെളിയിച്ച് വിശേഷാൽ പൂജകളും നിവേദ്യവും നടത്തും. മാർച്ച് 17 മുതൽ ഏപ്രിൽ 12 വരെയുള്ള തീയതികളിൽ 27 നക്ഷത്രങ്ങളിലായിട്ടാണ് കോടിയർച്ചന നടക്കുന്നത്. ഒരു ദിവസം ഒരു അർച്ചന എന്ന ക്രമത്തിൽ 27 ദിവസമായിട്ടാണ് കോടിയർച്ചന ക്രമീകരിച്ചിരിക്കുന്നത്. കോടിയർച്ചനയുടെ സമാപന ദിവസം വൈക്കത്തമ്മൻ സഹസ്രകലശത്തോടു കൂടിയാണ് ഈ ചടങ്ങുകളുടെ സമാപനം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വ്യാഘ്രപാത തറയ്ക്ക് മുൻവശം പ്രത്യേകം തയ്യാറാക്കുന്ന മണ്ഡപത്തിൽ മാർച്ച് 17 ആരംഭിക്കുന്ന കോടിയർച്ചന ഏപ്രിൽ 13 സഹസ്രകലശത്തോടെ സമാപിക്കും. ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട് നടക്കുക. ജനം, കോട്ടയം. നമുക്കൊരു പിറന്നാളാണ് നമ്മുടെ ജനം കുടുംബത്തിലെ അതെ ഡെസ്കിലെ സബ് എഡിറ്റർ അമൽ P നായരുടെ പിറന്നാളാണ് ഇന്ന്. അമലിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുകയാണ്. ജന്മദിനാശംസകൾ നേരുന്നു. അമലിന്റെ ഈ മുഖം എല്ലാ പ്രേക്ഷകർക്കും പരിചയമുള്ള മുഖം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം എറൗണ്ട് ദി വേൾഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന അമൽ P നായരുടെ പിറന്നാളാണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, നമുക്ക് ഏതായാലും പുത്തമ്പുലരിയുടെ സമയം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വാർത്തകൾ ഒരുപാടുണ്ട്. ജനം ടിവിയോടൊപ്പം തുടരുക. നമസ്തേ. നമസ്തേ.